പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ആമേൻ, അരുതാത്ത വ്യക്തിയുമായി നീ കണക്റ്റ് ആകത്തില്ല. നിന്നെ ചൂഷണം ചെയ്യുന്ന വ്യക്തിയുമായി നീ കണക്റ്റ് ആകത്തില്ല. നീ കണക്റ്റ് ആകേണ്ട ആളുമായിട്ട്, കണക്റ്റ് ആകേണ്ട ഇടത്ത്, കണക്റ്റ് ആകേണ്ട സമയത്ത് കണക്റ്റ് ആകുക. അത് നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അത് നിന്റെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അത് നിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ അറ്റ് ദ റൈറ്റ് ടൈം നീയുമായി കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്തിയ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടോ. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ ജീവൻ വ്യാപരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയോ? 90 വയസ്സുള്ള സാറ എന്ന് പറയുന്ന അമ്മച്ചി, ആ അമ്മച്ചി പറയുകയാണ്, അമ്മേ, എന്റെ ഗർഭപാത്രം നിർജീവമായത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അറിഞ്ഞതാ. അമ്മേ, ഇന്ന് ഞാൻ ഇങ്ങനെ ശവക്കുഴി ഓർത്ത് ജീവിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നപ്പോൾ അപാരഹട്ടരാജരാതി നിർജീവമെന്ന് പറഞ്ഞ അവളുടെ ആന്തരിക അവയവങ്ങൾ ജീവൻ പ്രാപിച്ചില്ലേ? 4 ദിവസമായി നാറ്റമായി കർത്താവേ എന്ന് പറഞ്ഞ കല്ലറയ്ക്കകത്ത് ചുറ്റിക്കെട്ടി വെച്ചിരുന്ന ലാസറിന്റെ ശരീരം പുറത്തു വന്നില്ലേ? യായിറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ചില്ലേ? മഞ്ചത്തിലിരുന്ന മകനെ എഴുന്നേൽപ്പിച്ചില്ലേ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ മർത്തിയ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടോ. ഈ രാത്രി ഇതിനകത്ത് ഏത് രോഗം നിന്നെ മർത്തിയമാക്കി തീർത്തോ, ഏത് രോഗം നിന്നെ ബലഹീനമാക്കി തീർത്തോ, ഏത് രോഗം നിന്റെ ശരീരത്തെ നിർജീവമാക്കി തീർത്തോ, ഏത് അന്ധകാര ശക്തി നിന്റെ ശരീരത്തെ നിർജീവമാക്കി തീർത്തോ, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവിന്, ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്, ഞാൻ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവിന് നിന്റെ ശരീരത്തെ സുഖപ്പെടുത്തുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചതിന്, അങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പൗലോസിന് ആശ്ചര്യം തോന്നി. പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്ന അടയാളങ്ങളെക്കുറിച്ചും അന്യഭാഷകളെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും പഠിപ്പിക്കാതെ നിങ്ങൾക്ക് ആരാകുന്നു സ്നാനം നൽകിയത്? അപ്പോൾ അവർ പറയുകയാണ്, യേശു കർത്താവിന് മുന്നേ വന്ന യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ച മാനസാന്തര സ്നാനം മാത്രമേ ഞങ്ങൾ ഏറ്റിട്ടുള്ളൂ. പൗലോസ് അവരുടെ അടുക്കൽ പറഞ്ഞല്ല, വിശ്വസിപ്പാൻ വേണ്ടി മാനസാന്തരപ്പെടുവാൻ വേണ്ടിയുള്ള യോഹന്നാന്റെ സ്നാനമല്ല, മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾ സ്നാനമേൽക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടാമത് സ്നാനപ്പെടുത്തുന്നതും ആ സ്നാനമേറ്റവരുടെ മേൽ പൗലോസ് കൈവെക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതും അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും പ്രവചിക്കുന്നതുമാണ് ഇവിടെ കാണുന്ന പശ്ചാത്തലം. ക്ലൗഡിയോസ് സീസർ റോമാ സാമ്രാജ്യം ഭരിക്കുന്ന കാലത്ത് റോമിൻ്റെ ഏറ്റവും ഉത്കൃഷ്ട പട്ടണമായ ഇറ്റലിയിൽ നിന്ന് യഹൂദന്മാരെ ചിതറിച്ചു കളയുമ്പോൾ ഒരു റെഫ്യൂജി ക്യാമ്പിൽ വെച്ച് അപ്പല്ലോസ് എന്ന് പറയുന്ന ഒരു അതിശക്തനായ അഭിഷക്തൻ എഴുന്നേൽക്കുന്നു. ആ അഭിഷക്തൻ കൊരിന്തിൽ ഇരിക്കുമ്പോൾ, കൊരിന്തിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട അനന്തരം അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തിയെന്നാണ് ഈ അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം തുടങ്ങി 21-ാം അധ്യായം വരെ സുദീർഘമായി നീണ്ടുകിടക്കുന്ന പൗലോസിന്റെ 3ാമത്തെ മിഷനറി യാത്ര. ആ മിഷനറി യാത്രയിൽ താൻ ഗ്രീസിന്റെ പട്ടണങ്ങളിൽ കൂടെ ധാരാളമായി സഞ്ചരിച്ചു. മാസിഡോണിയയിലും ഏതൻസിലും സഞ്ചരിച്ചു വരവേ താൻ ഇവിടെ എഫെസോസിലും കടന്നു വരികയാണ്. ഇന്നലെ രാത്രി 19-ാം അധ്യായത്തിൽ നിന്ന് ഈ എഫെസോസ് പട്ടണത്തെയും യവന സാംസ്കാരികതയെ അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചറിനെയും കഴിഞ്ഞ രാത്രി നാം ആഴമായി ചിന്തിക്കുകയുണ്ടായി. തുറന്നോസിന്റെ പാഠശാലയിൽ നിന്നുകൊണ്ട് എത്രമാത്രം വിദ്യാഭ്യാസത്തിനും അറിവിനും താത്വികതയ്ക്കും മുൻതൂക്കം നൽകിയിരുന്ന അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ വളർന്ന ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതായ ഒരു ഗ്രീക്ക് കൾച്ചറിനെ നാം കാണുകയുണ്ടായി. എന്നാൽ അറിവ് കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഉന്നതിയിലായിരുന്നിട്ടും ദുർമന്ത്രവാദം കൊണ്ടും അനാചാരം കൊണ്ടും ഏറ്റവും മുൻനിരയിൽ നിന്ന എഫെസോസിന്റെ പട്ടണം
എന്നാൽ പൗലോസ് എന്ന ആ കുറിയ മനുഷ്യൻ ആ പട്ടണത്തിൽ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പ്രസംഗത്തിന് മുൻപാകെ ലക്ഷക്കണക്കിന് വിലയുള്ളതായ ക്ഷുദ്ര പ്രയോഗങ്ങളുടെ പുസ്തകങ്ങൾ, മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും പുസ്തകങ്ങളെ കൊണ്ടുവന്ന് അവിടുത്തെ ആഭിചാരകന്മാർ കത്തിച്ചു കളഞ്ഞ് ക്രിസ്തുമാർഗത്തെ സ്വീകരിക്കുന്നു. ആ മന്ത്രവാദികളിൽ ചിലർ ക്രിസ്തുമാർഗത്തെ ധനാപഹരണത്തിന് ഉപയോഗിക്കുമ്പോൾ അവരെ ശാസിക്കുന്നു. ഒരു കാലത്ത് യഹൂദയിൽ നിന്ന് പിന്മാറിപ്പോയി മഹാപുരോഹിതനായിരുന്നിട്ടും ദുർമന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞ സ്കേവയുടെ 7 പുത്രന്മാർ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കുവാൻ നോക്കുമ്പോൾ ദുരാത്മാവ് പിടിച്ച മനുഷ്യൻ അവരെ ആക്രമിക്കുന്നു. പിന്നീട് ദെമത്രിയോസ് എന്ന് പറയുന്ന തട്ടാൻ തൻ്റെ കച്ചവടത്തിൻ്റെ ലാഭം നഷ്ടപ്പെട്ടു പോകുമെന്നറിഞ്ഞ് പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ എഴുന്നേറ്റ് വരുന്നതോ, അർത്തമിസ് അല്ലെങ്കിൽ ഡയാന ദേവിയുടെ ക്ഷേത്രം ഈ ക്രിസ്ത്യാനിറ്റി മുഖാന്തരം ഒതുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നതും, എന്നാൽ അതിൻ്റെ നടുവിൽ പൗലോസിനെ അത്ഭുതകരമായി ദൈവം പുറത്തു കൊണ്ടുവരുന്നതുമൊക്കെയും കഴിഞ്ഞ രാത്രി നാം കാണുകയുണ്ടായി. എന്നാൽ ആ പശ്ചാത്തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് നാം ശ്രദ്ധിച്ചതും പഠിച്ചതുമായ ഒന്നാമത്തെ വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയമാണ്. ഇന്ന് രാത്രി ആ വാക്യത്തെ ഒരു ചോദ്യമായി നമ്മുടെ മുൻപിൽ എറിയുകയാണ്. അത് എഫെസോസിലെ 12 ശിഷ്യന്മാരോട് മാത്രമുള്ള ചോദ്യമല്ല, അത് എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാണ്. അത് ഓരോ കാലഘട്ടത്തോടുമുള്ള ചോദ്യമാണ്. അത് സഭയോടുള്ള ചോദ്യമാണ്. അത് ചരിത്രത്തിൽ മായ്ക്കപ്പെടുവാത്ത ചോദ്യമാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ടു വിളിച്ച് അവരുടെ മുഖത്ത് നോക്കി മടി കൂടാതെ ഒന്ന് ചോദിച്ചേ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അടുത്തിരിക്കുന്നവരെ ഒന്ന് വിളിച്ചേ, അവരുടെ മുഖത്തൊന്ന് നോക്കിയേ, അവരോടൊന്ന് ചോദിച്ചേ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അനേകർക്കും വിശ്വസിച്ച് രോഗസൗഖ്യം കിട്ടിയതും, വിശ്വസിച്ച് ജോലി കിട്ടിയതും, വിശ്വസിച്ച് വസ്തുവക കിട്ടിയതും, വിശ്വസിച്ച് അഡ്മിഷൻ കിട്ടിയതും, വിശ്വസിച്ച് വീട് വെച്ചതും പറയുവാനുണ്ടായിരിക്കും. എന്നാൽ അതൊക്കെ ക്ഷണികവും ഭംഗുരവുമാണ്. എന്നാൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? വിശുദ്ധ തിരുവെഴുത്തിൽ അപ്പോസ്തലന്മാർ എവിടെയും നിങ്ങൾ വിശ്വസിച്ചിട്ട് ഭൗമിക നന്മ പ്രാപിച്ചോ, ഏതെങ്കിലും അനുഗ്രഹങ്ങൾ പ്രാപിച്ചോ എന്ന് ചോദിക്കുന്നില്ല. ചോദിക്കുന്ന ചോദ്യം വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് രാത്രി ഞാൻ ഇന്നലെ രാത്രിയിലത്തെ കൂട്ടൊന്നുകൂടെ ആവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിനെ അറിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകം തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു തുടങ്ങി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരറിവുമില്ലാത്ത ഒരു വലിയ സമൂഹം ലോകത്തിലുണ്ട്. 2, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തെറ്റായ അറിവുകളെ ഉൾക്കൊള്ളുന്ന വേറെ ഒരു വലിയ സമൂഹം ലോകത്തിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നന്നായി അറിയുന്ന, അനുഭവിക്കുന്ന വേറെ ഒരു സമൂഹവും ലോകത്തിലുണ്ട്. വിശുദ്ധ കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തിന്റെ കണ്ണുകൾക്ക്, നാഗരികതയുടെയോ ആധുനികതയോടോ കണ്ണുകൾക്ക് പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയത്തില്ല, അറിയുവാനും കഴിയത്തില്ല. അവർക്കതിനെ കാണുവാനും അറിയുവാനും കഴിയാത്തത് കൊണ്ട് അവർക്കത് ലഭിക്കുന്നില്ല. എന്നാൽ അതേ വാക്യത്തിൽ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ വസിക്കുകയും അവരുടെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർ പരിശുദ്ധാത്മാവിനെ അറിയുന്നു. കഴിഞ്ഞ രാത്രിയിലെ വാക്കുകളെ ഞാൻ ആവർത്തിച്ചു കൊള്ളട്ടെ. 1000 മണിക്കൂറുകൾ നീട്ടി പ്രബന്ധം അവതരിപ്പിച്ചാലും പരിശുദ്ധാത്മാവിനെ ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കയ്യിലുള്ള സകല അളവുകോല് കൊണ്ടോ ഞാൻ പരിശുദ്ധാത്മാവിനെ അളക്കുവാൻ നോക്കി. ഇഞ്ചിലും മീറ്ററിലും മൈലിലും ഞാൻ പരിശുദ്ധാത്മാവിനെ അളക്കുവാൻ നോക്കി. ഗ്രാമിലും കിലോഗ്രാമിലും ടണ്ണിലും ഞാൻ പരിശുദ്ധാത്മാവിനെ അളക്കുവാൻ നോക്കി. ഡെസിബലിലും മീറ്റർ സ്കെയിലിലും അളക്കുവാൻ നോക്കി. പക്ഷെ ഒരു കാര്യം ഞാൻ ഒടുവിൽ തിരിച്ചറിഞ്ഞോ, ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒരു മീറ്റർ സ്കെയിലിലോ ഒരു മെഷറിംഗ് സ്കെയിലിലും അളക്കുവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം പൗലോസ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നന്നേ ഗ്രഹിച്ചവനാണ്. ഇന്ന് രാത്രി ഹൃദയം തുറന്ന്
സ്വർഗത്തിലേക്ക് കണ്ണും കരവും ഉയർത്തി പറഞ്ഞാട്ടെ, അപ്പാ അങ്ങയുടെ ആത്മശക്തിയെ ഞങ്ങളിലേക്ക് പകരുമാറാകണമേ. ഈ കാലഘട്ടത്തെ ഞാൻ എപ്പോഴും പറയും, ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്, ഇത് വിശ്വാസത്തിന്റെ കാലമാണ്. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞേ, ഇത് വിശ്വാസത്തിന്റെ സീസണാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ സീസണാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ രാത്രി 3 കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രി വേഗത്തിൽ ചില വിഷയങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവിന്റെ മൂന്ന് പ്രത്യേകതകൾ പറഞ്ഞു. 3 attributes of Holy Ghost. പരിശുദ്ധാത്മാവിന്റെ 3 തത്വങ്ങൾ. ഒന്ന്, പരിശുദ്ധാത്മാവിനൊരു ആളത്വമുണ്ട്. പരിശുദ്ധാത്മാവിനൊരു ആളത്വമുണ്ട്. സ്തോത്ര. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ 7 മടങ്ങ് അധികം കത്തിയെരിയുന്ന തീച്ചുളയിലേക്ക് അസര്യാവ്, ഹനനിയാവ്, മിശായേൽ എന്ന് പറയുന്ന 3 യഹൂദ ബാലന്മാരെ വലിച്ചെറിയുമ്പോൾ 4മതൊരുവൻ മനുഷ്യപുത്രനോട് സദൃശനായി അവരോടുകൂടെ തീയിൽ നടക്കുന്നത് കണ്ടോ. മനുഷ്യന്റെ പ്രതികൂലങ്ങളിൽ അവനോടൊപ്പം സഞ്ചരിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ 3-മൻ യേശു കർത്താവ് എവിടെയൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നുവോ അവിടെയൊക്കെയും അവൻ 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 എന്ന് പറഞ്ഞ് പ്രതിപാദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളത്വമുള്ള വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു പുകയല്ല, സാധനമല്ല. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ കഴിയും. മനുഷ്യൻ ഉപദേശിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന് ഉപദേശിക്കുവാൻ കഴിയും. മനുഷ്യൻ കരം പിടിച്ച് വഴി നടത്തുന്നത് പോലെ പരിശുദ്ധാത്മാവിന് വഴി നടത്തുവാൻ കഴിയും. എന്തിനേറെ, യോഹന്നാന്റെ സുവിശേഷം സ്തോത്രം 16-ാം അധ്യായം 8 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായ വാക്യങ്ങളിൽ എഴുതുകയാണ്, ആളറിഞ്ഞ് സംസാരിക്കുവാൻ കഴിയുന്ന, മുഖമറിഞ്ഞ് സംസാരിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വ ബോധമുള്ള ആളാകുന്നു പരിശുദ്ധാത്മാവ്. ഒന്നാമതായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം കണ്ടു. ആമേൻ. അത് പരിശുദ്ധാത്മാവ് ഒരു ഇംപേഴ്സൺ അല്ല, പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു. രണ്ടാമതായി നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കണ്ടത്, പരിശുദ്ധാത്മാവ് ഒരു സഭയുടെ വകയല്ല, പരിശുദ്ധാത്മാവ് ഒരു സംഘടനയുടെ വകയല്ല, പരിശുദ്ധാത്മാവ് ഒരു കൂട്ടായ്മയുടെ വകയല്ല, ഒരു പെന്തക്കോസുകാരൻ്റെ വകയല്ല. പരിശുദ്ധാത്മാവ് ഒരു പെന്തക്കോസ് സഭയുടെയും വകയല്ല. പരിശുദ്ധാത്മാവ് പകരം റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവാകുന്നു. ആകയാൽ പരിശുദ്ധാത്മാവ് സംഘടനയുടെയോ സമൂഹത്തിന്റെയോ അല്ല, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൻ്റെത്. ആകയാൽ 1 ആളത്വം, 2 ദൈവത്വം. മൂന്നാമതായി നാം കണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിത്യത്വം എന്നുള്ളതാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെയാണ് വായിച്ചത്, സ്തോത്ര, നിത്യ ആത്മാവിനാൽ തന്നെത്താൻ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഇറ്റേണൽ സ്പിരിറ്റ്, നിത്യമായ ആത്മാവെന്നാണ്. യേശു പള്ളിയിലേക്ക് കടന്നു ചെന്ന് ഉപദേശിക്കുമ്പോൾ അവിടെ ദുരാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ യേശുവിനെ നോക്കിയിട്ട് ചോദിച്ചോ, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നത് എന്തിനാണ്? ആത്മമണ്ഡലത്തിലെ 4 ആത്മാക്കളെ കഴിഞ്ഞ രാത്രി പഠിച്ചു. പരിശുദ്ധാത്മാവ്, മനുഷ്യാത്മാവ്, ദുരാത്മാവ്, ദൂതന്മാരാകുന്ന ആത്മാവ്. ഇതിനകത്തെ ദുരാത്മാക്കളെ കുറിച്ച് നാം കണ്ടോ. ഈ ദുരാത്മാക്കൾ നശിച്ചു പോകുന്നതാണ്. യേശുവിനെ നോക്കി പിശാച് വിളിച്ചു ചോദിക്കുകയാണ്, ദുരാത്മാവ് വിളിച്ചു ചോദിക്കുകയാണ്, നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നോ? ദുരാത്മാക്കൾ നശിപ്പിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞതിനെ ഞാൻ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദുരാത്മാക്കൾ നശിക്കപ്പെടുമെന്ന് ഏതെങ്കിലും ഒരു പാസ്റ്റർ പറഞ്ഞതിനെ ഞാൻ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദുരാത്മാക്കൾ നശിപ്പിക്കപ്പെടുമെന്നുള്ളത് ദുരാത്മാക്കൾ തന്നെ ഏറ്റുപറയുന്ന സംഗതിയാണ്. ദുരാത്മാക്കൾ തന്നെ പറയുകയാണ്, ഞങ്ങളെ നശിപ്പിക്കരുത് എന്ന്. ആകയാൽ ദുരാത്മാക്കൾ നശിപ്പിക്കപ്പെടുന്നതാണ്. ഇന്ന് രാത്രികാലം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളിലേക്ക് കയറുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ, എൻ്റെ സഹോദരങ്ങളെ, ഇന്നലെ പരിശുദ്ധാത്മാവിൻ്റെ 3 തന്മയത്വങ്ങളെ പറഞ്ഞു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിലേക്ക് കയറാം. ഞാൻ വേഗത്തിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനതാരിൽ ദൈവം പകർന്നിരിക്കുന്ന അല്പമെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായി പങ്കുവെച്ച് തരുവാൻ ഞാൻ കർത്താവിൽ കൊതിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ ആരംഭിക്കുന്നത് സ്തോത്രം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ബൈബിളിൻ്റെ ആരംഭം തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ബൈബിളിൻ്റെ പ്രാരംഭം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബൈബിളിൻ്റെ പ്രാരംഭം മനോഹരമായൊരു ആരംഭമല്ല. ബൈബിൾ ഏതൊരു കലാസൃഷ്ടിയും, ഏതൊരു കാവ്യ സൃഷ്ടിയും, ഏതൊരു സാഹിത്യ സൃഷ്ടിയും
സാഹചര്യം ആരംഭിക്കുന്നത് മനോഹരമായ ഒരു പിക്ചറിനകത്തായിരിക്കാം. എത്ര ട്രാജഡിയാണ് അതിനകത്ത് മറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ആരംഭിക്കുന്നത് ഭയങ്കര മനോഹരമായിരിക്കാം. ഏത് സിനിമയിൽ ഒരു നായകൻ്റെ ഇൻട്രോ ഉണ്ടെങ്കിലോ, ഏത് കലാസൃഷ്ടിക്കകത്ത്, ഏത് കാവ്യത്തിനകത്ത് ഒരു ആരംഭമുണ്ടെങ്കിലോ അത് ഏറ്റവും മനോഹരമായിരിക്കാം. കലാരംഗത്തൊരു ചിന്താഗതിയുണ്ട്. ഒരു സിനിമയുടെ, ഒരു സാഹിത്യത്തിൻ്റെ, ഒരു കലാസൃഷ്ടിയുടെ പ്രാരംഭം നെഗറ്റീവാണെങ്കിൽ അത് അറം പറ്റിപ്പോകുക, അത് തകർന്നു പോകുമെന്ന്. എന്നാൽ ബൈബിൾ ചിത്രീകരിച്ചാൽ, ബൈബിൾ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ, ബൈബിളിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഒട്ടും മനോഹരമായിരിക്കുന്ന ഒരു അനുഭവമല്ല. പകരം ബൈബിൾ ആരംഭിക്കുന്നത് പാഴും ശൂന്യവുമായ ഒരു പ്രതലത്തെ കാണിച്ചുകൊണ്ടാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, പാഴും ശൂന്യവുമായ ഒരിടത്ത് പണി ആരംഭിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ടെങ്കിൽ, പാഴും ശൂന്യവുമായ ഒരു പ്രതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം മാത്രമാണെന്ന് ഇന്ന് രാത്രി ഞാൻ ചങ്കൂറ്റത്തോടെ വെല്ലുവിളിയോടെ വിളിച്ചു പറയുന്നു. കുശവന് ഒരു പാത്രത്തിന്റെ ആവശ്യമില്ല. കുശവന് ചവിട്ടി കുഴയ്ക്കാൻ അളിഞ്ഞു പുളിഞ്ഞ ഒരു കളിമണ്ണ് മതി. അതാണ് കുശവന്റെ പ്ലാറ്റ്ഫോം. ആമേൻ. ഒരു തച്ചന്, ആമേൻ, ഒരു ഫർണിച്ചറിന്റെ ആവശ്യമില്ല. അവന് വെട്ടിയിട്ട് ഒരു മരത്തടി മതി. അവൻ അതിൽ നിന്നൊരു ആയുധത്തെ ഉണ്ടാക്കി എടുക്കുവാൻ. ഒരു തട്ടാൻ ഒരു ആഭരണത്തിന്റെ ആവശ്യമില്ല. അവന് കരിപുരണ്ട ഒരു സ്വർണ്ണക്കട്ട, അത് കരിപുരണ്ടിരിക്കുന്നത് മതി. അവൻ അതിൽ നിന്നും മനോഹരമായതിനെ ഒന്നുണ്ടാക്കാൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, നിന്റെ ദൈവം നിന്നിലെ ഏതെങ്കിലും നന്മ കണ്ട്, നിന്നിലെ ഏതെങ്കിലും അനുഗ്രഹം കണ്ട് നിന്നെ വ്യാമോഹിക്കുന്ന ദൈവമല്ല. പകരം പാഴായി കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന മണ്ണിനെ നോക്കി ദൈവം പറയുകയാണ്, എനിക്ക് ഇതിനകത്ത് പ്രവർത്തിപ്പാനുണ്ട്. ഇന്ന് രാത്രി നിന്റെ ജീവിതം പാഴായി പോയോ? ഇന്ന് രാത്രി നിന്റെ ജീവിതം ശൂന്യമായി പോയോ? അതാണ് എൻ്റെ ദൈവത്തിന്റെ പ്ലാറ്റ്ഫോം. ഇന്ന് രാത്രി മിടുക്കന്മാരെ ജയിപ്പിക്കുന്നവനല്ല എൻ്റെ ദൈവം. ആമേൻ. മന്ദന്മാരെ ജയിപ്പിക്കാൻ പ്രാപ്തിയുള്ളവൻ, സമ്പന്നന്മാരെ നെറുകയിലെത്തിപ്പാൻ മാത്രമല്ല, ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുവാൻ, എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ, അവനെ പ്രഭുക്കന്മാരോടുകൂടെ സിംഹാസനങ്ങളിൽ ഇരുത്തുവാൻ അതിന് പ്രാപ്തിയുള്ളവനാണ് എന്റെ ദൈവം. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനം ആരംഭിക്കുന്നത് പാഴിനകത്താണ്, അത് ശൂന്യതയ്ക്കകത്താണ്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ അവസാന താളുകളിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കിയാൽ അവിടെ പാഴായി കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്നതിനെയല്ല കാണുവാൻ കഴിയുന്നത്. സ്വച്ഛ സ്ഫടികത്തിന്റെ, സ്വർണത്തിന്റെ തെരുക്കൾ 12 രത്നങ്ങളാൽ മുഖരിതമായിരിക്കുന്ന സ്വർഗീയ നഗരത്തെ 12 നീരുറവുകൾ ഒഴുകുന്ന ആ നീരുറവുകളുടെ ഇരുവശത്തോ 12 വിധ ഫലങ്ങൾ കഴിക്കുന്ന മനോഹരമായ ഒരു പൂങ്കാവനം പോലെ സ്വച്ഛ സ്ഫടികമായ ഒരു സ്വർഗീയ നഗരത്തെ കാണിച്ചുകൊണ്ടാണ്. കണ്ടോ, ഓപ്പണിംഗ് ഭയങ്കര ദാരുണമാണ്, പക്ഷെ ക്ലൈമാക്സ് ഏറ്റവും മനോഹരമാണ്. ഇന്ന് രാത്രി ബൈബിൾ നിന്നോട് വിളിച്ചു പറയുകയാണ്, നിന്റെ ജീവിതത്തിന്റെ പ്രാരംഭം എത്ര പാഴും ശൂന്യവുമാകട്ടെ, കർത്താവിന് അതിലൊരിടം കൊടുത്താൽ, യേശുവിന് അതിനകത്തൊരിടം കൊടുത്താൽ, അവൻ നിന്റെ ജീവിതത്തെ, മരുഭൂമിയെ മലർവാടിയാക്കുവാൻ കഴിയുന്ന, വരണ്ട നിലത്ത് നിന്ന് പനിനീർ പുഷ്പത്തെ പൂക്കുമാറാക്കുവാൻ കഴിയുന്ന, നിർജ്ജന പ്രദേശത്ത് പാതയും പെരുവഴിയോ ഉളവാക്കി എടുക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവമാണ് എന്റെ ദൈവം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം. ഇപ്പോൾ പാഴും ശൂന്യവുമായ ഭൂമിയിലാണ് ദൈവം ബൈബിൾ ആരംഭിക്കുന്നത്. എന്നാൽ അതിന്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. 3 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. 1, പാഴായി കിടക്കുന്നു. 2, ശൂന്യമായി കിടക്കുന്നു. 3, ഇരുൾ വ്യാപരിച്ചു കിടക്കുന്നു. എവിടെയാണ് ഇരുൾ വ്യാപരിക്കുന്നതെന്നറിയാമോ? ആഴത്തിന്റെ മീതെ ഇരുൾ വ്യാപരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ആഴത്തിന്റെ മീതെ ഇരുൾ വ്യാപരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യ
കുലത്തിന് എല്ലാ നന്മകളും വന്നിട്ടുള്ളത് എവിടെ നിന്നറിയാമോ? ആഴത്തിൽ നിന്നാണ് നന്മകൾ വന്നിട്ടുള്ളത്. നമ്മൾ എല്ലാവരും ഇന്ന് വെള്ളം കുടിക്കും. വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? ഭൂമിയുടെ അധോഭാഗത്ത് നിന്ന് കിണറുകുത്തി ആഴത്തിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇന്ന് ലോകം മുഴുവനും ചലിക്കുന്നത് അറേബ്യൻ മരുഭൂമികളിലെ അല്ലെങ്കിൽ മരുഭൂമികളുടെ ആഴങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ക്രൂഡ് ഓയിൽ കൊണ്ടാണ്. സ്തോത്രം. ഏറ്റവും വിലപിടിപ്പുള്ള വജ്രങ്ങൾ, രത്നങ്ങൾ അത് എവിടെയാണ്? അത് ഭൂമിയുടെ അധോഭാഗങ്ങളിലാണ്. ലോകത്തിൽ കാണാൻ കൊതിക്കുന്ന പവിഴങ്ങൾ അതെവിടെയാണ്? സമുദ്രത്തിന്റെ ആഴങ്ങളിലാണ്. മനുഷ്യനെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണം അതെവിടെയാണ്? ഭൂമിയുടെ ഖനികളിൽ, ഭൂമിയുടെ ആഴങ്ങളിലാണ്. ആകയാൽ മനുഷ്യന്റെ നന്മ മുഴുവനും എവിടെയാണെന്നറിയാമോ? ആഴങ്ങളിലാണ്. പക്ഷേ മനുഷ്യന്റെ നന്മയിലേക്ക് അവൻ ഒരിക്കലും കണക്ട് ആകാതെ, മനുഷ്യന്റെ അനുഗ്രഹങ്ങളിലേക്ക് അവൻ ഒരിക്കലും കണക്ട് ആകാതെ ഒരു അന്ധകാര, ഒരു ഇരുൾ ആഴങ്ങൾക്ക് മീതെ ഉണ്ടായിരുന്നോ? കണ്ടോ, പാഴായി കിടക്കുന്ന ഒരു ലോക, ശൂന്യമായി കിടക്കുന്ന ഒരു ലോക. എന്താണ് ലോകമേ നീ പാഴായത്? എന്താണ് ലോകമേ നീ ശൂന്യമായത്? ആ ലോകം പറയാ, എന്റെ നന്മകൾ മറഞ്ഞിരുന്ന ആഴങ്ങളുണ്ടല്ലോ, അതിനകത്തെല്ലാം ഇരുൾ വ്യാപരിച്ചു കിടക്കുകയായിരുന്നു. എന്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് സ്തോത്രം തന്റെ പ്രഥമ ശുശ്രൂഷയുടെ പ്രഥമ ഭാഗങ്ങളിലൊന്നിൽ ഒരിക്കൽ കടൽ തീരത്തിലേക്ക് കടന്നു ചെന്ന് വല കഴുകുകയായിരുന്ന പത്രോസിന്റെ അടുക്കൽ പറഞ്ഞു, പത്രോസ്, നിന്റെ പടകൊന്ന് നീക്കിയേ, ഞാനതിലൊന്ന് കയറി പ്രസംഗിക്കട്ടെ. പ്രഭാഷണത്തിന് അനന്തരം പത്രോസിനെ അരികെ വിളിച്ചിട്ട് യേശു പറഞ്ഞു, പത്രോസ്, നീ ആഴത്തിലേക്കൊന്ന് ഇറങ്ങ്, ആഴത്തിലേക്ക് നീക്കി നീ ഒന്ന് മീൻ പിടിക്കുവാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടോ, ആമേൻ, ഞങ്ങൾക്കൊരു മത്സ്യം പോലും കിട്ടിയില്ല. കർത്താവ് പറയുകയാണ്, കഴിഞ്ഞ രാത്രി നീ മത്സ്യം പിടിക്കുമ്പോൾ നിന്റെ വലയിൽ ഒരു മീനും കയറാതെ ഒരു ഇരുട്ട് നന്മയുടെ ഉറവുകളെ മുഴുവൻ നിനക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതാ ഞാൻ ആഴത്തിന്റെ മുകളിൽ നിന്ന് ഇരുളിനെ മാറ്റിയിരിക്കുന്നു. നിന്റെ വല ഇനി ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഇന്നലകളിൽ നിന്റെ നന്മ തടഞ്ഞു നിർത്തിയ അന്ധകാര ശക്തികളെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ആ ദിവസത്തിൽ, ആ പട്ടാപ്പകലിൽ പത്രോസിന്റെ വലക്കകത്ത് ഒരു പടകിലല്ല 2 പടക് നിറയാനുള്ള മത്സ്യങ്ങൾ കയറിക്കൂടി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ പാഴായി പോയെങ്കിൽ, നീ ശൂന്യമായി പോയെങ്കിൽ, എവിടെയോ നിന്റെ റിസോഴ്സസുകളുടെ മേൽ ഒരു ഡാർക്ക് സ്പിരിറ്റ്, ഒരു അന്ധകാര ശക്തി കിടപ്പുണ്ട്. അതാണ് ബൈബിൾ ആരംഭിക്കുമ്പോൾ പറയുന്നത്. എന്നാൽ അതിന്റെ അടുത്ത ഭാഗം പറയുകയാണ്, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി പാഴായതിനെ സൃഷ്ടിച്ചെടുക്കുവാൻ, പുതുതാക്കി എടുക്കുവാൻ, നന്മ പകരുവാൻ, അതിനെ പണിതെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയോ? അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നന്മകളുടെ വഴി അടച്ചു കിടക്കുന്ന, നിന്റെ ആഴങ്ങളുടെ മേൽ ഇരുൾ വെതറിയിരിക്കുന്ന നിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നീ കടക്കാതെ വേണ്ട. കൂരിരുട്ടും അന്ധതമസ്സും അന്ധകാരം കൊണ്ട് നിന്റെ വഴിയടച്ച മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയോ? അവൻ വഴികളെ തുറക്ക, അവൻ ആഴിയുടെ ഉറവുകളെ തുറക്ക. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക, പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്ക. അവൻ നിന്റെ അടഞ്ഞു കിടക്കുന്ന നന്മയുടെ വാതിലുകളെ, അവൻ നിന്റെ അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്നു തരോ. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. അതിനന്തരം മുഴുവൻ സംഭവിക്കുന്നത് ദൈവം സൃഷ്ടിക്കുവാൻ തുടങ്ങിയെന്നാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നോ അവിടെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുക. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ദൈവം സൃഷ്ടിക്കുവാൻ തുടങ്ങുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിൽ ചലിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം നിന്റെ ജീവിതത്തിൽ ചിലതിനെ സൃഷ്ടിക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്നതാണ്. ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ചിലതിനെ എഴുതി ചേർക്കുവാൻ, ഉണ്ടാക്കിയെടുക്കുവാൻ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ട് എന്നുള്ളതുപോലെ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ട് എന്നുള്ളതുപോലെ അവൻ വിളിച്ചാൽ അത് പൊങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് സൃഷ്ടിപ്പിന്റെ പരിശുദ്ധാത്മാവാണ്. അത് സൃഷ്ടിപ്പിന്റെ പരിശുദ്ധാത്മാവ്
സൃഷ്ടാവാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ദൈവം ചിലത് സൃഷ്ടിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ദൈവം ചിലത് സൃഷ്ടിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, 1-ാം അധ്യായത്തിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തിരിച്ചാണ്. സ്തോത്ര. സൃഷ്ടിപ്പിന് വേണ്ടി നിൽക്കുന്ന പരിശുദ്ധാത്മാവ് 2-ാം അധ്യായത്തിൽ അടുത്ത വിധത്തിലാണ് പെരുമാറുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം മുഴുവന് തന്റെ വാക്കുകൊണ്ടാണ് സംസാരിക്കുന്നത്, വാക്കുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആമേൻ. ഉണ്ടാകട്ടെ എന്ന് ദൈവം പറയുമ്പോൾ സകലതും ഉണ്ടായി വരികയാണ്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം സംസാരിക്കുകയല്ല, പകരമോ ദൈവം തന്നെ ഇറങ്ങി ഭൂമിയിലെ പൊടിയെ എടുത്തൊരു രൂപമാക്കുകയാണ്. 1-ാം അധ്യായം മുഴുവൻ ദൈവത്തിന്റെ ശബ്ദമാണ്. പക്ഷെ 2-ാം അധ്യായത്തിൽ ദൈവം മൗനതയിലാണ്. കാരണം ദൈവം തന്നോട് തന്നെ സംസാരിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ അതിൽ നിന്നൊന്ന് പറയട്ടെ. If God is silent before you, He is working on behalf of you. ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞാട്ടെ, നിന്റെ പ്രാർത്ഥനകളുടെ മുൻപാകെ, നിന്റെ കണ്ണുനീരിന്റെ മുൻപാകെ ദൈവം മൗനമായിരിക്കുന്നുവോ? അവൻ സംസാരിക്കുകയല്ല, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇന്ന് രാത്രി കരമടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. 1-ാം അധ്യായത്തിൽ സംസാരിച്ച ദൈവം 2-ാം അധ്യായത്തിൽ സംസാരിക്കുന്നില്ല. എന്താ കർത്താവേ സംസാരിക്കാത്തത്? കർത്താവ് പറയുകയാണ്, ഇത് ഞാൻ സംസാരിക്കുന്ന സമയമല്ല. ഇതാ ഞാൻ ഭൂമിയോളം കുനിഞ്ഞോ, എന്റെ കൈ വിരലുകൾ ഇതാ ഭൂമിയിലെ പൊടിയെ വാരിക്കൂട്ടുകയാണ്. ഞാൻ അതിനൊരു രൂപത്തെ ഉണ്ടാക്കുകയാണ്. എന്റെ മനസ്സിലെ പദ്ധതി ഇതാ ഭൂമിയിലെ മണ്ണിന്മേൽ രൂപീകരിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ബിഹൈൻഡ് ദ സൈലൻസ് ഓഫ് ഗോഡ് there is a miracle. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ ദൈവത്തിന്റെ മൗനത, ഇന്നലകളിൽ ദൈവത്തിന്റെ മൗനത വെളിപ്പെട്ട മേഖലകൾക്കകത്ത് ഈ രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തന്റെ കരം ചലിപ്പിക്കുകയാണ്. God is silent for you. He is doing the miracles behind the screen. എവിടെയോ ദൈവത്തിന്റെ നിശബ്ദത നിന്റെ മനസ്സിനെ തകർത്തു കളഞ്ഞോ? എവിടെയൊക്കെയോ ദൈവത്തിന്റെ നിശബ്ദത നിന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. എവിടെയൊക്കെയോ ദൈവത്തിന്റെ നിശബ്ദത നിന്നെ ആകെ ഹൃദയം കലക്കി കളഞ്ഞോ? പക്ഷെ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, അവൻ മിണ്ടാതിരിക്കുന്നത് നിന്നെ കുറിച്ച് ഉത്തരവാദിത്വമില്ലഞ്ഞിട്ടല്ല. അവന്റെ നാവ് ചലിക്കാത്തപ്പോൾ, അവന്റെ അധരങ്ങൾ ചലിക്കാത്തപ്പോൾ അവന്റെ കരങ്ങൾ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ നിശബ്ദതയെ നോക്കി പറഞ്ഞാട്ട് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ നിശബ്ദതയെ നോക്കി പറഞ്ഞാട്ട് നിനക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണോ? നിനക്ക് തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം ചെയ്യണോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ ടച്ച് ചെയ്യുക. Salvara Hasatalia Arthala Jartenia Lasbelia Rakatia Rusma Heretia Jesus Ela Sateria Yakarabania. ഈ രാത്രി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന രാത്രിയല്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. പ്രവാസം ബാലഘട്ടം അർത്ഥനം ജബാലിയ റസ്മേനിയ റാഹത്തനം റഗലഗഡഗർ ഷെർത്തേനിയ ലസറ ഹർത്താനിയ. ഹോളി സ്പിരിറ്റ് എന്റെ സഹോദരങ്ങളെ, ദൈവം കൈവിരലുകൾ കൊണ്ട് ഭൂമിയിലെ മണൽ വാരി ദൈവത്തിന്റെ മനസ്സിലെ പദ്ധതി, ദൈവത്തിന്റെ മനസ്സിലെ പ്ലാൻ അവിടെ രൂപമാക്കി വെച്ചോ. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ ചലിക്കുന്നില്ല, ദൈവത്തിന്റെ പദ്ധതി ചലിക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതി ഒരു ഡമ്മിയായിട്ട് അവിടെ കിടക്കുകയാ. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഒരു ഡമ്മിയായിട്ട് അവിടെ കിടക്കുകയാ. ദൈവത്തിന്റെ സ്വപ്ന അവിടെ ചലിക്കാതെ കിടക്കുകയാ. പക്ഷേ ദൈവം തന്റെ മാസ്റ്റർ പ്ലാനിലേക്ക് ഇറങ്ങി നിന്നോ. ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോഴൊക്കെ ചിന്തിക്കാം, ദൈവം ആകാശത്തെയും ഭൂമിയെയോ വൃക്ഷങ്ങളെയും മുഴുവൻ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്നറിയാമോ?
അറിയാമോ? ദൈവം ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു, ഓ സമുദ്രമുണ്ടാകട്ടെ, ആകാശമുണ്ടാകട്ടെ, വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ, മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം ഇതൊക്കെയും പറഞ്ഞു. പക്ഷെ മനുഷ്യനെ ഉണ്ടാക്കാൻ നേരം ദൈവം നിന്നല്ല സംസാരിച്ചത്. ദൈവം കുത്തിയിരുന്ന് ഭൂമിയിൽ അവൻ മണ്ണിനെ വാരിയെടുത്തോ, അവൻ അതിനെ മെനഞ്ഞോ. എന്നിട്ട് അടുത്തത് എന്താണെന്നറിയാമോ? അവൻ ആ ശരീരത്തിന്മേൽ, ആ രൂപത്തിന്മേൽ, അവൻ ആ രൂപത്തിന്മേൽ ഊതി എന്നല്ല എഴുതിയത്. അവൻ കുനിഞ്ഞു, അതിന്റെ മൂക്കിലോളം കുനിഞ്ഞു, അവന്റെ മൂക്കിലോളം കുനിഞ്ഞു. അവൻ അതിലേക്ക് ഊതുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളെ കാട്ടിലോ ഞാൻ ശ്രേഷ്ഠനാണ്. കാരണം സകലത്തെയും ദൈവം നിന്ന് മെനഞ്ഞപ്പോൾ എന്നെ മെനയുവാൻ അവൻ മണ്ണോളം താണു, പൊടിയോളം കുനിഞ്ഞു, അവന്റെ ശിരസ് കുനിഞ്ഞു, അവൻ ഊതി. നിങ്ങൾ വായിച്ചിട്ടില്ലേ ബൈബിൾ? അവൻ ആ രൂപത്തിന്മേൽ ഊതി എന്നല്ല എഴുതിയത്, അവനെ മൂക്കിനകത്തൂതി. എന്ന് പറഞ്ഞാൽ നിലത്ത് പൊടിയിൽ നിന്ന് ഉണ്ടാക്കി കെടുത്തയാ ഡമ്മിയുടെ മൂക്കോള യേശു ദൈവം കുനിഞ്ഞോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ഞാനും നീയും ജീവനുള്ളവരാകുവാൻ, എന്റെ മേലും നിന്റെ മേലും ദൈവത്തിന്റെ പദ്ധതി ചലിക്കുവാൻ, എന്റെ മേലും നിന്റെ മേലും ദൈവത്തിന്റെ പ്ലാൻ ആക്റ്റീവ് ആകുവാൻ, ഓ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഇന്നു രാത്രി ദൈവം ഇറങ്ങുന്ന രാത്രിയാ. ജീസസ്. ദൈവം മൂക്കിലേക്ക് ഊതിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ചലിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ദൈവ പൈതലെ നിന്നോട് പറയാം, ദൈവത്തിന് നിന്റെ മേലൊരു പ്ലാനുണ്ട്, ദൈവത്തിന് നിന്റെ മേലൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിന് നിന്റെ മേലൊരു സ്വപ്നമുണ്ട്. പക്ഷെ ആ സ്വപ്നം ചലിക്കണമെങ്കിൽ ദൈവത്തിന്റെ ശ്വാസം അതിനകത്ത് വരണോ? ഞാൻ വളരെ ലളിതമായി പറയാ, ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ശ്വാസമാകുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശ്വാസമാകുന്ന പരിശുദ്ധാത്മാവ് ഓ ആ രൂപത്തിന്മേൽ ചലിക്കണോ. നിന്റെ വിദ്യാഭ്യാസത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശ്വാസം വരാത്തിടത്തോളം അത് ഡമ്മിയാണെന്നേ. നിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ചലനം വരാത്തിടത്തോളം അത് ഡമ്മിയാണെന്നേ. നീ എത്ര തിയോളജി നിന്റെ കയ്യിലുണ്ടെങ്കിലോ, എത്ര മാസ്റ്റേഴ്സ് നിന്റെ കയ്യിലുണ്ടെങ്കിലോ, പരിശുദ്ധാത്മാവ് അതിനകത്ത് കയറാത്തിടത്തോളം അത് ഡമ്മിയാണെന്നേ. നീ എത്ര ഭാഷാ വൈദഗ്ധ്യമുള്ളവനാണെങ്കിലോ, നീ എത്ര ശബ്ദധാരാവലി കാണാതെ പഠിച്ചു വെച്ചവനാണെങ്കിലോ, ദൈവത്തിന്റെ ശ്വാസം അതിന്റെ മേൽ ഊതാത്തിടത്തോളം, എത്ര വലിയ ടെക്നോളജി നിന്റെ പക്കലുണ്ടെങ്കിലോ, ദൈവത്തിന്റെ ശ്വാസം അതിന്റെ മേൽ ഊതാത്തിടത്തോളം അത് ഇനാക്റ്റീവാണ്. എന്നാൽ ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് അതിന്മേൽ ഊതിയാൽ, ദൈവത്തിന്റെ ആത്മാവ് അതിന്മേൽ ഊതിയാൽ അത് ചലിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധാത്മാവ് എന്റെ മേലൊന്ന് ഊതിയാട്ട്, നിന്റെ പദ്ധതികൾ എന്നിലൊന്ന് ആക്റ്റീവ് ആകട്ടെ, നിന്റെ പദ്ധതികൾ എന്നിലൊന്ന് ആക്റ്റീവ് ആകട്ടെ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഉള്ളിടത്തെ ദൈവത്തിന്റെ പദ്ധതികൾ ആക്റ്റീവ് ആകത്തുള്ളൂ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഉള്ളിടത്തെ ദൈവത്തിന്റെ പദ്ധതികൾ നിന്നിൽ സാക്ഷാത്കരിക്കപ്പെടത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞെ, നീ ചോദിച്ചേക്കാ, ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടോ, ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടോ, ഒത്തിരി അധ്വാനിച്ചു, പക്ഷെ എങ്ങും എത്തുന്നില്ല, ഒന്നും ചലിക്കുന്നില്ല. കാരണം ശ്വാസമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രി ആളത്വമുള്ള പരിശുദ്ധാത്മാവിനെ, ദൈവത്വമുള്ള പരിശുദ്ധാത്മാവിനെ, നിത്യത്വമുള്ള പരിശുദ്ധാത്മാവിനെ, if you open your heart, നിന്റെ ഹൃദയം നീ തുറന്ന്, നിന്റെ മനസ്സ് നീ തുറന്ന്, പരിശുദ്ധാത്മാവേ എന്നിലേക്കൊന്ന് ഇറങ്ങി വാ
എന്നിലേക്കൊന്ന് ഇറങ്ങി വാ. ശൂന്യവും പാഴുമായി തള്ളിയതായ ഈ മന്ദിരത്തിലേക്ക് ഒന്ന് ഇറങ്ങി വാ, ഒന്ന് ഇറങ്ങി വാ. Oh, come upon me, descend in our midst. ഒരു നിമിഷ സ്വർഗത്തിലേക്ക് ആർത്തിയുള്ള കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്നാട്ടെ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ഒരു പ്രകടമായ സ്പിരിറ്റ് മാനിഫെസ്റ്റേഷൻ, പരിശുദ്ധാത്മാവിന്റെ പ്രകടനം വിശ്വസിക്കുന്നവർ സ്വർഗത്തിലേക്ക് കണ്ണും കരവും ഉയർത്തി പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന് സൃഷ്ടിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഇല്ലാത്ത ഇടത്തു നിന്ന് ഉണ്ട് എന്നുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് എത്ര പേർ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ എന്തു വേണമെങ്കിലും സൃഷ്ടിക്കുവാൻ ശക്തനാണ്. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ പ്രവൃത്തി. എൻ്റെ സഹോദരങ്ങളെ, പൗലോസ്, ഞാൻ അതിനോട് ചേർത്ത് ഒന്നും കൂടെ പറഞ്ഞിട്ട് പോകാം. പൗലോസ് അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, അബ്രഹാം എന്ത് വിശ്വാസത്തിലാണ് മോറിയ മലയിലേക്ക് കയറിപ്പോയത്? എന്ത് വിശ്വാസത്തിലാണ് മകനെ യാഗമർപ്പിക്കാൻ തുടങ്ങിയത്? പൗലോസ് അതിനെ ഇങ്ങനെയാണ് പറയുന്നത്: പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവമാണ് എൻ്റെ ദൈവം. ആകയാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ യാഗമർപ്പിക്കും, അവനെ ഞാൻ തീക്കകത്ത് കത്തിക്കരിക്കും, അവസാനം ഒരു പിടി ചാമ്പല് മാത്രമായി യാഗപീഠത്തിൽ ശേഷിക്കും. ഞാൻ ആ ചാമ്പല് വാരി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട്, ദൈവമേ നിന്റെ വാഗ്ദത്തങ്ങൾ സംഭവിക്കട്ടെ എന്ന് പറയും. അതിനകത്തു നിന്ന് ഇസഹാക്കിനെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയും. അതായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം. ശൂന്യതയിൽ നിന്ന് ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയും. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 26-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം തുടങ്ങി 6-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുക. താൻ പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പരീശന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ ഞാൻ പറയുക, ഇന്നത്തെ പെന്തക്കോസുകാരാണ് അന്നത്തെ പരീശന്മാർ. തീവ്ര മതഭക്തിയുള്ളവർ, തീവ്രമായ എല്ലാറ്റിനകത്തും ഭയങ്കര ശ്രദ്ധയുള്ളവരാണ്. പിള്ളേർ താടി വെച്ചാൽ പ്രശ്നമാണ്, പിള്ളേർ വെള്ളച്ചട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, പാൻറ്റിന് വീതി കൂടിയാൽ പ്രശ്നമാണ്, പിന്നെ പെൺപിള്ളേരുടെ ഉടുപ്പ് നൂലെ പിടിച്ചു നോക്കും. ഇതെല്ലാം നോക്കുന്ന പരീക്ഷ ഹൃദയങ്ങളായിരുന്നു. എന്നാൽ ഈ പരീക്ഷന്മാരിൽ ഒരുത്തനായ നിക്കോദിമോസ് ഒരിക്കൽ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ നോക്കിയിട്ട് നിന്റെ കൂടെ ദൈവമുണ്ട് കേട്ടോ. ഇവിടെ യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് വന്നത്. യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വന്ന് പറയുകയാണ് രാത്രിയിൽ, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോടുകൂടെ ഇല്ല എങ്കിൽ ഈ അത്ഭുതങ്ങളൊന്നും നീ ചെയ്യുകയില്ലായിരുന്നു. യേശു അപ്രീസിയേഷനൊക്കെ കേട്ട് പോക്കറ്റിൽ വെച്ചിട്ട് പറഞ്ഞു, നിക്കോദിമോസ്, നീ അത്ഭുതം കണ്ടതുകൊണ്ടാ ഇന്ന് രാത്രി എൻ്റെ അടുക്കൽ വന്നത്, അടയാളം കണ്ടതുകൊണ്ടാ നീ എൻ്റെ അടുക്കൽ വന്നത്. പക്ഷെ നിക്കോദിമോസേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാ, നീ അടയാളം കണ്ടാട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, നീ ദൈവരാജ്യത്തെ കാണണോ. നീ ദൈവരാജ്യത്തെ കാണണോ, ആ ദൈവരാജ്യത്തിൽ കടക്കുകയും വേണമെന്ന് പറഞ്ഞോ. നിക്കോദിമോസ് ചോദിച്ചോ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കർത്താവ് അവനോട് പറഞ്ഞോ, സ്തോത്രം, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാൻ കഴിയത്തില്ല. നിക്കോദിമോസ് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇത്രയും പ്രായമായി, എൻ്റെ അമ്മ അതിനേക്കാൾ പ്രായമായി, ഇനി ഞാൻ അമ്മയുടെ വയറ്റിൽ കയറി ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ നടക്കുന്നത് എന്ന് ചോദിച്ചോ. ആമേൻ. യേശു കർത്താവ് അവൻ്റെ അടുക്കൽ പറഞ്ഞോ, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, വെള്ളപ്പാലും ആത്മാവിനാലും പുതുതായി ജനിക്കണമെന്ന്. ഇവിടെ കർത്താവ് ഒരു കാര്യം പറയുകയാണ്, വീണ്ടും ജനനം എന്നൊരു കാര്യം പറയുകയാണ്. എന്താണ് വീണ്ടും ജനനം? ഞാൻ ഒത്തിരി സമകാലികമായ ഒരു ഉദാഹരണം പറയാം.
എന്താണ് വീണ്ടും ജനനം? എൻ്റെ സഹോദരങ്ങളെ, എക്കാലത്തെയും ഭാരതീയൻ്റെ വികാരമാണ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ബൈക്ക്. റോയൽ എൻഫീൽഡ് പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം, വലത്ത് ഭാഗത്തെ കിക്കർ പുറമോട്ടാക്കിയിട്ടിട്ട് കാലിബ്രേറ്റ് ചെയ്തിങ്ങനെ പതുക്കെ പതുക്കെ ചവിട്ടി അതിനകത്ത് പ്രഷർ കയറി കഴിയുമ്പോൾ കണക്ക് നോക്കി ഒരു അടി അടിച്ച വണ്ടി ജപ്പാന്നിങ്ങനെ കുതിച്ച് നിൽക്കുക. എന്നിട്ട് ആ പുറകോട്ട് വന്ന കിക്കർ മുമ്പോട്ടെടുത്ത് താഴ്ത്തി ഇടുമ്പോൾ അത് ഗിയറായി മാറ്റപ്പെടും. ഇതായിരുന്നു ബുള്ളറ്റ്. 2006 കാലഘട്ടം വരെയൊക്കെ ബുള്ളറ്റ് ഇങ്ങനെയായിരുന്നു. പക്ഷെ സാധാരണ ബൈക്കിന്റെ എല്ലാം ഗിയർ ലിവർ ലെഫ്റ്റിലാ, പക്ഷെ ബുള്ളറ്റിന്റെ ഗിയർ മാത്രം റൈറ്റിലാ. ആകയാൽ മനുഷ്യർ ഇത് ഓടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ആകയാൽ പിൽക്കാലത്ത് ഇവർ ഈ ബൈക്കിനെ ഒന്ന് പരിഷ്കരിച്ച്, റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റിനെ പരിഷ്കരിച്ച് അതിന്റെ ഗിയർ കൊണ്ടുവന്ന് ഇടതുവശത്ത് വെക്കുകയോ അതിന്റെ കിക്കറുകളൊക്കെ ഒന്ന് മാറ്റുകയും സ്വിച്ച് സ്റ്റാർട്ട് ആക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പഴയ വെയിറ്റ് ഇല്ലാത്ത വണ്ടി, പഴയ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്തതായ ബുള്ളറ്റിന് അത്ര സുഖമില്ലായിരുന്നു. അതോടുകൂടെ മനുഷ്യർ പൊതുവായി പറഞ്ഞു തുടങ്ങി, പഴയ ബുള്ളറ്റാ നല്ലത്, ഇപ്പോഴത്തെ ബുള്ളറ്റിനൊന്നും ഒരു ഗുണമില്ലെന്ന് പറയാൻ തുടങ്ങി. ഇതിങ്ങനെ നാളുകൾ നീണ്ടു നിന്നു. ബുള്ളറ്റിന്റെ സെയിൽ ഇടിയാൻ തുടങ്ങി. എന്നാൽ മനുഷ്യന്റെ മനസ്സിൽ ബുള്ളറ്റിനോടുള്ള കൊതി കിടക്കുകയാണ്. പൊന്നും വിലയ്ക്ക് 90-ലെയോ 80-ലെയോ 70-ലെയോ ഒക്കെ ബുള്ളറ്റുകൾ മനുഷ്യൻ വാങ്ങി പരിഷ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ചില വർഷങ്ങൾക്ക് മുൻപ് റോയൽ എൻഫീൽഡ് ഒരു സംഗതി ഇറക്കി. ക്ലാസിക് 350 റീബോൺ എന്ന് പറഞ്ഞൊരു സംഗതി. അതേ രൂപം, അതേ ഭാവം, അതേ ഗമ, അതേ ക്ലാസിക് റെട്രോ സ്റ്റൈല് എല്ലാം അതുണ്ട്. പക്ഷെ അകത്ത് കിടക്കുന്ന എഞ്ചിൻ മാറി. കാർബറേറ്റർ പോലും ഇല്ലാതെ ട്വിൻ സ്പാർക്കിനകത്ത് കാലിബ്രേറ്റ് ചെയ്ത് പ്രഷർ കയറ്റി അടിക്കാതെ സ്വിച്ച് സ്റ്റാർട്ടിനകത്ത് ഒന്ന് വിരല് തൊട്ട കുതിക്കുന്ന അതേ കുതിപ്പ്. ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞെങ്കിലും വണ്ടിക്കൊരു കുതിപ്പിനും കുഴപ്പമില്ല. പണ്ടത്തെ കൂട്ട് കൈവരിക്കുന്നില്ല, പണ്ടത്തെ കൂട്ട് കാല് വിറയ്ക്കുന്നില്ല, പണ്ടത്തെ കൂട്ട് ഓയിൽ തെറിക്കുന്നില്ല, പണ്ടത്തെ കൂട്ട് തൊട മുഴുവൻ ചൂടടിച്ച് പൊള്ളി പഴുക്കുന്നില്ല. നല്ല കിടു സാധന. ഇന്നും റോയൽ എൻഫീൽഡിന്റെ ഏത് ഷോറൂമിൽ ചെന്നാലും അവിടെ എഴുതി വെച്ചിരിക്കുക ക്ലാസിക് 350 റീബോൺ എന്ന്. ഇതാണ് വീണ്ടും ജനനത്തിന്റെ ഭാഗ. സ്റ്റൈല് മാറത്തില്ല, ഷേപ്പ് മാറത്തില്ല, പക്ഷെ അകത്ത് കിടക്കുന്ന എൻജിൻ മാറോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നിന്നെ കളയാൻ മനസ്സില്ല. കാരണം നിന്നെ ആള് നല്ലതാണെന്നേ, നിന്റെ ക്ലാസിക് സ്റ്റൈല് നല്ലതാണെന്നേ, പക്ഷെ നിന്റെ അകത്ത് കിടക്കുന്ന എൻജിൻ ഉണ്ടല്ലോ, നീ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായാലുടനെ ഓയില് തെറിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. നല്ല സ്പീഡിൽ പോകുമ്പോൾ ഈ വൈബ്രേഷൻ എല്ലാം കൂടെ കയറി ഇങ്ങനെ നെറ്റി തൊട്ട് കാല് വരെ പെരുപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. ഇപ്പൊ KTM നിഞ്ചയും ഒക്കെ വണ്ടി ഇറക്കുന്നിടത്ത് ഈ പെരുപ്പീരും കണ്ട് റോയൽ എൻഫീൽഡിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ മനുഷ്യൻ അതിന്റെ ക്ലാസിക് സ്റ്റൈലിനെ ഇഷ്ടമാ. അപ്പോ അവര് പറഞ്ഞു, ഒരു വീണ്ടും ജനനം ഉണ്ടായാലേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. ക്ലാസിക് 350 റീബോൺ, ഇതാണ് വീണ്ടും ജനനം. എന്റെ സഹോദരങ്ങളെ, പുതിയ ക്ലാസിക് 350 മേടിക്കാൻ പഴയ ഷോറൂമിൽ തന്നെ ചെന്നാൽ മതി. പക്ഷേ പഴയ ഷോറൂമിൽ, പഴയ വീട്ടിൽ, പഴയ കുടുംബത്തിൽ, പഴയ അപ്പന്റെ അമ്മയുടെ മകൻ തന്നെ, പക്ഷെ അവന്റെ അകത്ത് കിടക്കുന്ന ആത്മാവ് മാറി, എൻജിൻ മാറി, അവന്റെ പെർഫോമൻസ് മാറി. അതാണ് വീണ്ടും ജനനം. ഒരു മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിച്ചാൽ അവന്റെ ശരീരത്തിന്റെ വെയിറ്റ് കുറയുകയോ കൂടുകയോ ചെയ്യുന്നതല്ല വിഷയം. പക്ഷെ അവന്റെ പെർഫോമൻസ് മാറോ, അവന്റെ എബിലിറ്റി മാറോ, അവന്റെ പ്രാപ്തിയെ മാറ്റുവാൻ കഴിയോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ നിന്റെ നാക്കു മുറിച്ചു മാറ്റത്തില്ല, പക്ഷെ നിന്റെ സംസാര ശൈലി മാറ്റോ. നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ നിന്റെ കണ്ണ് പിഴുതെടുത്തു മാറ്റത്തില്ല, പക്ഷെ നിന്റെ നോട്ടം മാറോ. നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ നിന്റെ കാത് പിഴുതെടുത്തു മാറ്റത്തില്ല, പക്ഷേ നീ കേൾക്കുന്ന സംഗതികൾ മാറോ. നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ നിന്റെ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തില്ല, പക്ഷേ നിന്റെ വികാരങ്ങളും വിചാരങ്ങളും മാറോ. നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ നിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തില്ല, പക്ഷേ നിന്റെ മദ്യപാനത്തിന്റെ ശീലം മാറോ. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ട് നീ വീണ്ടും ജനനം പ്രാപിക്കുമ്പോ നിന്റെ
കുടല് മുറിച്ച് മാറ്റത്തില്ല, പക്ഷെ നിന്റെ ഭക്ഷണ സംവിധാനങ്ങൾ മാറാൻ തുടങ്ങും. ദിവസം 7 നേരം ഭക്ഷിച്ചവൻ 7 ദിവസം ഉപവാസിക്കാൻ തുടങ്ങും. അതാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ സിസ്റ്റം മാറത്തില്ല, പക്ഷെ നിന്റെ സോഫ്റ്റ്വെയർ മാറ്റിയെടുക്കാൻ കഴിയും. അതാണ് വീണ്ടും ജനനം. സിസ്റ്റം പഴയതായിരിക്കട്ടെ, പഴയ മോണിറ്ററും പഴയ CPU പഴയ കീബോർഡും ഒക്കെ മതിയെന്നേ, പക്ഷേ നിന്റെ അകത്ത് കിടക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യുമ്പോ, നിന്റെ അകത്ത് കിടക്കുന്ന GB മാറുമ്പോ, നിന്റെ അകത്ത് കിടക്കുന്ന ഹാർഡ്വെയർ മാറുമ്പോ, ഇന്ന് രാത്രി പുറമെ മനുഷ്യൻ നോക്കുമ്പോ പഴയ സ്ക്രീനും കീബോർഡും ആയിരിക്കും, പക്ഷെ നിന്റെ പെർഫോമൻസ് അത് വേറെ ലെവലിൽ എത്തിക്കാൻ കഴിയും. അതാണ് വീണ്ടും ജനനം. അതാണ് വീണ്ടും ജനനം. ഇന്ന് രാത്രി എങ്ങനെ ഈ വീണ്ടും ജനനം സംഭവിക്കാം? കർത്താവ് പറയുകയാണ്, വീണ്ടും ആത്മാവിനാൽ ജനിച്ചവനെല്ലാം ആത്മാവാകുന്നു. യോഹന്നാൻ 3:6 പറയുകയാണ്, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചതെല്ലാം ആത്മാവാകുന്നു. ഇന്ന് രാത്രി വീണ്ടും ജനനം പ്രാപിക്കുവാൻ വീണ്ടും ജനനം ഒരു സഭയ്ക്ക് തരാൻ കഴിയത്തില്ല. വീണ്ടും ജനനം സ്തോത്രം ഒരു സംഘടനയ്ക്ക് തരാൻ കഴിയത്തില്ല. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെയൊക്കെ എണ്ണക്കുപ്പിക്കകത്താക്കി ലോഹ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന കാലമാ. ആകയാൽ വീണ്ടും ജനനം അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ, ഞാൻ സ്വർഗരാജ്യം കാണുവാൻ യോഗ്യനാണ്, ദൈവരാജ്യത്തിൽ കടപ്പാൻ സ്വർഗം എന്നെ പ്രാപ്തനാക്കി, വിശ്വാസത്തോടെ കരമടിച്ച് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സൃഷ്ടിക്കാൻ കഴിയും. 2, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ കഴിയും. ആമേൻ. അവനെ റീഫർബിഷ് ചെയ്യാൻ, അവനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ മൂന്നാമത്തെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എന്ന് നാം പറയുന്നത് കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഒരു ആത്മീയ ഭാഷയാണ്. സഭയ്ക്കകത്ത് കൈയടിക്കാനും തുള്ളാനും പാടാനും മാത്രമുള്ള ഒരു സാധനമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ആമേൻ. ഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ് പരിശുദ്ധാത്മാവെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് ആമേൻ ആത്മീയ മേഖലയിൽ മാത്രം വ്യാപരിക്കുന്ന ഒരു സംഗതിയല്ല. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ സകല വിഷയങ്ങൾക്കകത്തും ഇടപെടുവാൻ കഴിയുന്നതാണ്. ഞാനതൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ 7 ഗുണഗണങ്ങളാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ 7 പ്രവർത്തന മണ്ഡലങ്ങൾ, ഗുണഗണങ്ങളല്ല, പരിശുദ്ധാത്മാവിന്റെ 7 പ്രവർത്തന മണ്ഡലങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ 7 പ്രവർത്തന മണ്ഡലങ്ങളെ നാം അവിടെ പഠിക്കുമ്പോൾ, അതിലെ 2 മേഖലകൾ ആത്മീയമാണ്. ഒരു മേഖല ശാരീരികം അല്ലെങ്കിൽ ശക്തിയുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി 4 മേഖലകളും ഏതുമായി ബന്ധപ്പെട്ടതാണെന്നറിയാമോ? ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറയുന്നതിനെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഒന്ന് സഗൗരവം നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യം, അവിടെ പരിശുദ്ധാത്മാവിന്റെ 7 പ്രവർത്തന മണ്ഡലങ്ങൾ പറയുകയാണ്. അതിൽ 2 ഭാഗങ്ങൾ ആത്മീകമാണ് അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ബാക്കി ഒരു വിഷയം അത് ശക്തിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ബാക്കി 4 വിഷയങ്ങളോ സ്തോത്ര അത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് കടന്നു വരാം. അകൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ബുദ്ധി, അവന്റെ സ്കില്ല്, അവന്റെ അണ്ടർസ്റ്റാൻഡിങ്, അവന്റെ നോളജ്, അവന്റെ വിസ്ഡം, അതിനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്താണ് യെശയ്യാ പ്രവചനം 11-ാം അധ്യായം പറയുന്നത്? യെശയ്യാ പ്രവചനം 11-ാം അധ്യായം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടുക, അവന്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ 2-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് 2-ാം വാക്യത്തിൽ പറയുന്നത്? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ്. ആ ആത്മാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവ്. 2-ാമതായി പറയുകയാണ് അത് ജ്ഞാനത്തിന്റെ ആത്മാവ്. 3-ാമതായി പറയുകയാണ് വിവേകത്തിന്റെ ആത്മാവ്. 4-ാമതായി പറയുകയാണ് ആലോചനയുടെ ആത്മാവ്. 5-ാമതായി പറയുകയാണ് ബലത്തിന്റെ ആത്മാവ്. 6-ാമതായി പറയുകയാണ് പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 7-ാമതായി പറയുകയാണ് യഹോവ ഭക്തിയുടെ ആത്മാവ്. എൻ്റെ സഹോദരങ്ങളെ, ഇതിലെ ആദ്യത്തെയും
അവസാനത്തെയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് ദൈവവുമായി ബന്ധപ്പെട്ട ആത്മീയതയാണ്. യഹോവയുടെ ആത്മാവ്, യഹോവാ ഭക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവം മനുഷ്യന് തരുന്നതാണ്. എന്നാൽ അവസാനം പറയുകയാണ് ഇത് യഹോവ ഭക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന ആത്മാവ്. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവവുമായിട്ട് അടുക്കുന്നത് പോലും ദൈവം ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. സ്തോത്രം, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ആത്മീകമാണ്. ബാക്കി ഒരു കാര്യം മാത്രം പറയുകയാണ്, അത് ബലത്തിന്റെ ആത്മാവാണ്. ബലം ഒരു മനുഷ്യന്റെ ശാരീരിക മേഖലയിൽ, സാമൂഹിക മേഖലയിലാണ് ബലം ആവശ്യമായി വരുന്നത്. ഞാനത് സാവകാശം അതിലേക്ക് കടക്കാം. എന്നാൽ ബാക്കി 4 വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ആത്മാവ്, ജ്ഞാനം, വിവേകം, ആലോചന, പരിജ്ഞാനം, ഇത് 4ഉം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? ആമേൻ. അത് ബുദ്ധിമണ്ഡലത്തിൽ വ്യാപരിക്കുന്നതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, സ്തോത്രം, നിന്റെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. ഞാൻ എറണാകുളത്തിന് സമീപം എറണാകുളത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു പിതാവ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് 3 മക്കളാണ്. മൂത്ത മകൾ ഞാൻ ചെല്ലുന്ന സമയത്ത് അവൾ 8ാം ക്ലാസ്സിലാണ്. അവൾ 8ലോ 9ലോ ആണ്. അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ മൂത്ത മകള്, അവളെ പണ്ട് കിണറ്റിൽ വീണതാണ്, അവൾക്ക് പണ്ട് ഫിക്സ് ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് അവൾ പഠിക്കാനൊക്കെ മണ്ടിയാണ്. അവളെ തയ്യല് പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും വേഗത്തിൽ കെട്ടിച്ചു വിടണോ, അതാണ് എൻ്റെ ആഗ്രഹം. 2ാമത്തെ മകൾ മിടുക്കിയാണ്, അവളിലാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ ഈ ചില ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ ആ കുടുംബത്തെ തൊടുമെന്ന് പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ചില നാളുകൾക്ക് ശേഷം ഈ മൂത്ത കുഞ്ഞ് ഒരു ശുശ്രൂഷയ്ക്കകത്ത് അവൾ അഭിഷേകം പ്രാപിച്ചോ. ഭയങ്കരമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവളിൽ വന്നോ. അവൾ ഇരിക്കുന്ന ഇടത്തുനിന്ന് അവളെ വലിച്ചെറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവളെ വലിച്ചെറിയാൻ തുടങ്ങി. അവൻ തീയിൽ കിടന്ന് പിടയ്ക്കുന്നത് പോലെ അവൾ പിടയ്ക്കുവാൻ തുടങ്ങി. അവളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ ആ സഭ മുഴുവനും ചലിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് അവളിൽ ഇറങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവളിൽ വ്യാപരിച്ച അനന്തരം, സ്തോത്ര, അവളുടെ മാർക്കുകൾ മാറുവാൻ തുടങ്ങി. അവളുടെ മാർക്ക് പടിയായിട്ട് ഷിഫ്റ്റ് ആകാൻ തുടങ്ങി. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് അവൾ എറണാകുളം ഇൻഫോ പാർക്കിൽ, സ്തോത്ര, IT മേഖലയിൽ അവൾ വളരെ മനോഹരമായ നല്ല ശമ്പളത്തിൽ അവൾ ജോലി ചെയ്ത് വളരെ സന്തോഷകരമായി അവൾ ജീവിക്കുകയാണ്. അപ്പൻ്റെ ചിന്ത എന്തായിരുന്നെന്ന് അറിയാമോ? തയ്യല് പഠിപ്പിച്ച് വീട്ടിലെവിടെങ്കിലും 18ാമത്തെ വയസ്സ് തികഞ്ഞ കെട്ടിച്ചു വിടാം, കുടുംബത്തിന് ഇവളൊരു ഭാരമായി തീരുമെന്ന്. പക്ഷേ അവൾ ആർക്കും ഭാരമായി തീർന്നില്ല. അവൾ ആ കുടുംബത്തിന് മാന്യതയായി തീർന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇതുപോലെ എത്ര അനുഭവങ്ങൾ എളിയവന്റെ ശുശ്രൂഷയിൽ ദൈവം ചെയ്തിട്ടുണ്ടെന്നറിയാമോ? മണ്ടനെന്ന് പൊട്ടനെന്ന് വിധി എഴുതിയവർ, സ്തോത്ര, എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ജ്ഞാനമുള്ളവരായി തീർന്നു, അവർ പരിജ്ഞാനമുള്ളവരായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കഴിഞ്ഞ രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചിരുന്നു. എൻ്റെ പിതാവ് 4ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ 6ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. ഞാൻ 9ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു. ആമേൻ. ഞാൻ 9ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചത് എൻ്റെ ആത്മീയതയുടെ ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല, ഞാൻ നല്ലവനായിരുന്നിട്ടൊന്നുമല്ല. പകരം എൻ്റെ മാതാപിതാക്കൾ അതുപോലെ എന്നെ കർശനമായിട്ട് പറഞ്ഞു, ആ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു, രാത്രി നിന്നെ ഇറക്കി വിടുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത എന്നെ അങ്ങനെ പഠിപ്പിച്ചോ. ആമേൻ. ഞാൻ അഭിഷേകം പ്രാപിക്കുന്ന ആ ദിവസം വെളുപ്പിനെ ഞാൻ ദൈവത്തോട് പറഞ്ഞത് ഓർമ്മയുണ്ട്, കർത്താവേ യേശുപ്പച്ച, ഇന്നെന്നെ അഭിഷേകം കൊണ്ട് നിറച്ചില്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറ്റത്തില്ല, ഇന്നെന്നെ അഭിഷേകം കൊണ്ട് നിറച്ചേ പറ്റത്തുള്ളെന്ന്. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എപ്പോഴും എൻ്റെ വീട്ടിൽ എന്നെ പറയുന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഹിന്ദിക്ക് മഹാമണ്ടനായിരുന്നു. സ്തോത്ര. അതിപ്പോഴും എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഹിന്ദിക്ക് മഹാമണ്ടനായിരുന്നു. ബാക്കി എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. പക്ഷേ ഹിന്ദി
ഹിന്ദിക്ക് മാർക്ക് കുറവായിരിക്കുക, ഇത് കാരണം ഞാൻ എൻ്റെ പരീക്ഷാ പേപ്പർ വീട്ടിൽ കാണിക്കത്തില്ല, പ്രോഗ്രസ് റിപ്പോർട്ടും ബാഗിനകത്ത് വെക്കുക, വീട്ടിൽ ഇതെല്ലാം ഇങ്ങനെ നോക്കി കിട്ടിയിട്ടുണ്ടെന്നറിയാം എന്ന് എൻ്റെ കള്ളത്തരം പൊക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ചോദിക്കുക, എടാ ഹിന്ദി പേപ്പർ കിട്ടിയില്ലയോടാ, ഹിന്ദി പേപ്പർ കിട്ടിയില്ലയോടാ, പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയില്ലയോടാ. ആമേ, ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കാം, ടീച്ചർ വന്നിട്ടില്ല, ടീച്ചർ വന്നിട്ടില്ല, ടീച്ചർ ലീവാണ്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനറിയാതെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിട്ട് ക്ലാസ് ടീച്ചറിൻ്റെ അടുക്കച്ചില്ല. ക്ലാസ് ടീച്ചർ പിന്നെ എൻ്റെ അടുക്ക ചോദിക്കും പ്രോഗ്രസ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്. ഞാനിങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് നഷ്ടപ്പെട്ടവരായി നടക്കുക. അപ്പൊ എൻ്റെ അടുക്കൽ എപ്പോഴും പറയുമായിരുന്നു, നീ കള്ളം പറയുന്നത് കൊണ്ടാണ് നിനക്ക് പരിശുദ്ധാത്മാഭിഷേകം കിട്ടാത്തത്. ഞാനിരുന്ന് ദൈവസന്നിധി കരയാൻ തുടങ്ങി, കർത്താവേ ഞാനിനിയും പേപ്പർ പാത്ത് വെക്കത്തില്ല, ഞാനിനിയും പേപ്പർ പാത്ത് വെക്കത്തില്ല, ഞാനിനിയും പേപ്പർ പാത്ത് വെക്കത്തില്ല, എനിക്ക് അഭിഷേകം തരണേ. പിറ്റേ പരീക്ഷയ്ക്ക് ഞാൻ പേപ്പർ പാത്ത് വെക്കാം. അതൊക്കെ അത് മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങിയത് ഞാൻ പോലും അറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. കാരണം ഞാൻ കണ്ണടച്ച് മുഴങ്കാൽ മടക്കി ചില മിനിറ്റുകൾ ഇരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒരാത്യന്ത ശക്തി എന്നെ വാരിയെടുത്തു. മണിക്കൂറുകൾ. രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും, ഏതൊറ്റപ്പെട്ട രാത്രികളിലും, ഏത് പ്രതികൂലത്തിന്റെ ദിനരാത്രങ്ങളിലും, ലോകം മുഴുവൻ എതിർക്കുന്ന സാഹചര്യങ്ങളിലും, സകല അന്ധകാരങ്ങളിലും എൻ്റെ കൂടെ നിന്ന് എന്നെ ബലപ്പെടുത്തിയത് അന്ന് എൻ്റെ മേലിറങ്ങിയ ആ അഭിഷേകമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ കുഞ്ഞുങ്ങൾ യൗവനക്കാരോട് പറയട്ടെ, നിന്റെ മേലെ അഭിഷേകം ഉണ്ടെങ്കിൽ നിനക്കെല്ലാം ഉണ്ട്. നിന്റെ മേലെ അഭിഷേകം ഉണ്ടെങ്കിൽ നിനക്കെല്ലാം ഉണ്ട്. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാ. അത് കൈയടിക്കാനും പാടാനും മാത്രമുള്ളതല്ല, അത് അന്യഭാഷ പറയാനും തുള്ളാനും മാത്രമുള്ളതല്ല. അത് നിന്റെ സാമൂഹിക മേഖലയെ തൊടുന്നതാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ ബുദ്ധിയെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ അതെന്താകുന്നു ഈ ബുദ്ധിയെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ? ഞാനതിൻ്റെ 1-2 ഭാഗങ്ങളെ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശിമയോൻ എന്ന മനുഷ്യൻ 360ഓളം വയസ്സുണ്ട് ആ മനുഷ്യന്. ഈ സംഭവം നടക്കുമ്പം 360, ഞാൻ തെറ്റല്ല പറയുന്നത്, 360ഓളം വയസ്സുണ്ട് ആ മനുഷ്യന്. ആ കാലഘട്ടത്തിൽ എല്ലാവരും 120 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. പക്ഷെ ഈ മനുഷ്യന് 360 വയസ്സുണ്ട്. വൃദ്ധനായ മനുഷ്യൻ വീട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ അടുക്ക് പറഞ്ഞു, എഴുന്നേറ്റ് ആലയത്തിൽ ചെല്ലാൻ പറഞ്ഞു. 2:27 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ കൊണ്ടുചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. എൻ്റെ സഹോദരങ്ങളെ, ശിമയോൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രിയാണ്, ഒരു സ്ക്രൈബ്. ദൈവാലയത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ പുസ്തക ചുള്ളുകളുമായി ജീവിക്കുന്ന മനുഷ്യൻ. ആ സമയത്താണ് ബേത്ലഹേമിൽ നിന്ന് സ്തോത്ര ഒരു യോസഫും മറിയയും എന്ന് പറയുന്ന 2 ദരിദ്രരായ ദമ്പതികൾ ദൈവാലയത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ശിമയോന്റെ അടുക്ക പറഞ്ഞു, ശിമയോൻ നീ എഴുന്നേറ്റ് ദൈവാലയത്തിലേക്ക് ചെല്ല്. ശിമയോൻ ദൈവാലയത്തിലേക്ക് ചെന്നു. കറക്റ്റ് ടൈമിൽ ശിമയോൻ ദൈവാലയത്തിൽ ചെന്നു. കറക്റ്റ് പേഴ്സണെ കണ്ടു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ യു ഷാൽ ബി കണക്റ്റഡ് വിത്ത് ദ റൈറ്റ് പേഴ്സൺസ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. റൈറ്റ് പ്ലേസ്, റൈറ്റ് പേഴ്സൺ, റൈറ്റ് ടൈം. ആത്മനിയോഗം ശിമയോന്റെ മേൽ വന്നപ്പോൾ ശിമയോൻ എങ്ങോട്ട് പോകണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, എപ്പോ പോകണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, കാണേണ്ടവനെ കാണിക്കുവാനും പരിശുദ്ധാത്മാവിന് കഴിഞ്ഞു. ഇതാണ് പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ അരുതാത്ത വ്യക്തിയുമായി നീ കണക്റ്റ് ആകത്തില്ല. നിന്നെ ചൂഷണം ചെയ്യുന്ന വ്യക്തിയുമായി നീ കണക്റ്റ് ആകത്തില്ല. നീ കണക്റ്റ് ആകേണ്ട ആളുമായിട്ട് കണക്റ്റ്
കണക്റ്റ് ആകേണ്ടിയ ഇടത്ത്, കണക്റ്റ് ആകേണ്ടിയ സമയത്ത് കണക്റ്റ് ആകുക. അത് നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അത് നിന്റെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, അത് നിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, നിന്റെ ഡെസ്റ്റിനി ഹെൽപ്പർ അറ്റ് ദ റൈറ്റ് ടൈം നീയുമായി കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, പത്രോസ് വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ച് ആമേൻ ദർശനം എന്താകുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ ഡോറിൽ മുട്ടുകെട്ടോ. ആമേൻ ആൾക്കാർ പത്രോസിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ആമേൻ ശിമോൻ എന്ന്, പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ ഞങ്ങൾക്ക് കാണണോ? ആമേൻ റോമിലെ ഇറ്റലിയിൽ നിന്ന് സ്തോത്രം കൊറന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങളെ 3 പേരെയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കണ്ടോ, വെൺമാടത്തിലിരിക്കുന്ന പത്രോസിന് റോമയിലേക്ക് പോകാൻ വെളിപ്പാട് കിട്ടുന്നു. പക്ഷെ പോകാനുള്ള വഴി അറിയത്തില്ല, പോകാനുള്ള ടിക്കറ്റ് ഇല്ല കയ്യില്, പോകാനുള്ള വണ്ടി ഇല്ല കയ്യില്. പക്ഷേ ആമേൻ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റ് ദ റൈറ്റ് ടൈം ദ റൈറ്റ് പേഴ്സൺ വിൽ ബി കണക്റ്റഡ് ടു ദ റൈറ്റ് പ്ലേസ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുമോ? പരിശുദ്ധാത്മാവ് വെറുതെ അന്യഭാഷ പറഞ്ഞു പോകുന്നതല്ല. നീ ആരുമായിട്ട് ബന്ധിക്കപ്പെടണമോ, ആരുമായി എവിടവുമായിട്ട് ബന്ധിക്കപ്പെടണമോ, എന്തിനായി ബന്ധിക്കപ്പെടണമോ, അതിനകത്ത് കറക്റ്റായിട്ട് നിന്നെ കണക്ട് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുക, പരിശുദ്ധാത്മാവിന് കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ എന്നെ അറിയുന്നത് പവർ വിഷനിൽ കൂടെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. പവർ വിഷനിൽ കൂടെയാണ് ഞാൻ ലോകത്തിന് പരിചിതനായി തീർന്നത്. കാരണം അതിനു മുമ്പ് ഞാനുണ്ടായിരുന്ന പ്രസ്ഥാനം സമൂഹവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന പ്രസ്ഥാനം അതിൻ്റെ കൾട്ട് സിസ്റ്റത്തിനകത്ത് ലോകത്തിൽ ആരുമായിട്ടും അവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ പവർ വിഷനുമായിട്ടാണ് കണക്ട് ആയത്. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിലെ ഒറ്റ പാസ്റ്റർമാരെ എനിക്കറിയത്തില്ലായിരുന്നു, ലോകത്തിലെ ഒറ്റ പെന്തക്കോസ്ത് സഭകളുമായിട്ട് എനിക്ക് ബന്ധമില്ലായിരുന്നു. എന്നാൽ ആ കൾട്ടിനകത്തുനിന്ന് കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ ഭാഗം ഇതാണ്: കർത്താവെ, ഞാൻ എങ്ങോട്ട് പോകും, ആരുടെ അടുക്കൽ പോകും എനിക്കറിയത്തില്ല. നീ ഇങ്ങനെ വെളിയിലിറങ്ങി വാ എന്ന് പറഞ്ഞ ഞാൻ ആരുടെ അടുക്കൽ പോകുമെന്ന് ചോദിച്ചോ. അന്ന് രാത്രി കർത്താവ് എന്നോട് പറഞ്ഞോ, ഞാൻ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ഒരു സ്ഥലം കാണിച്ചിട്ടല്ലടാ വിളിച്ചത്, പകരമോ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ വിളിക്കാമെന്ന്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാം, നീ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടാണ് ആഴി എന്നോർക്കാതെ അലകൾക്ക് പിന്തിരിയാതെ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. അപ്പോൾ എൻ്റെ അടുക്കൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ആരാണ് പവർ വിഷനുമായി കണക്ട് ആക്കിയത്? എങ്ങനെയാണ് പവർ വിഷനുമായി കണക്ട് ആക്കിയത്? സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, പവർ വിഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ പോലും എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, ആ നാളുകളിൽ ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം മുൻപുണ്ടായിരുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഭയങ്കരമായ ഭീഷണികളും അസഭ്യവർഷങ്ങളും തുരുതിരാ വരുന്നത് കാരണം ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ നീണ്ട ഉപവാസങ്ങളിലായിരുന്നു. ഒരു ശനിയാഴ്ച രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞോ, നിന്റെ ഫോൺ ഓൺ ചെയ്ത് വെക്കണോ, നിനക്ക് നാളെ ഒരു കോള് വരുമെന്ന് പറഞ്ഞോ. സ്തോത്ര. പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് ഞാൻ ഫോൺ ചാർജിനിട്ടോ, പക്ഷെ ഓൺ ചെയ്തില്ല. കാരണം എനിക്ക് ഓൺ ചെയ്യാൻ ഭയമായിരുന്നു. കാരണം ഞാൻ ഓൺ ചെയ്താൽ വരുന്ന ഭീഷണിയുടെ മെസ്സേജുകൾ എൻ്റെ മാനസിക നിലയെ തകർക്കുമോ എന്നുള്ള ഭയം. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, അന്ന് 11 മണി ആയപ്പോഴത്തേക്ക് ഒരു അഭിഷക്തൻ എൻ്റെ വാക്കുകളിൽ കൂടെ അടുത്തതായിട്ട് എന്നോട് പറഞ്ഞോ, നിനക്കുള്ള കോൾ ഇന്ന് വരോ, നീ ഫോൺ ഓൺ ചെയ്ത് വെക്കാൻ പറഞ്ഞോ. ഞാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചോ. പക്ഷേ അന്ന് എൻ്റെ 21 ദിവസങ്ങളുടെ ഉപവാസം തീരുന്ന ദിവസമാണ് ഞായറാഴ്ച. എന്നാൽ അന്ന് ഞായറാഴ്ച രാത്രി 10 മണിയായിട്ടോ ഒരു കോളും വന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇന്നലെ രാത്രിയിൽ തുടങ്ങി പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് എന്നെ ആരോ വിളിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഈ ദിവസം എൻ്റെ ഫോൺ ചലിച്ചിട്ടില്ല. ആമേൻ. സാധാരണമായി ഓൺ ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും പരിഹാസത്തിൻ്റെയോ അസഭ്യത്തിൻ്റെയോ ഒരു മെസ്സേജെങ്കിലും വരേണ്ടത്. പക്ഷേ അന്നത്തെ ദിവസം ഒരൊറ്റ മെസ്സേജ് പോലും എനിക്ക് വന്നില്ല. സ്തോത്ര. എന്നാൽ രാത്രി 10 മണിയായപ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തി, അന്ന് വരെ എനിക്കൊരു പരിചയമില്ലാത്ത വ്യക്തി, എന്നെ പരിചയമില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം എൻ്റെ അടുക്കൽ വിളിച്ചിട്ട് ചോദിച്ചോ, പാസ്റ്റർ സാം മാത്യു ആണോ എന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു സാം മാത്യു ആണ് എന്ന് പറഞ്ഞു. അതിനകത്ത് പോലും ഞാൻ പരിഹാസവും ഭീഷണിയും ഒക്കെ ഭയപ്പെട്ടോ. അപ്പോൾ എൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിൽ നിന്ന് ഫിലദൽഫിയയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. സ്തോത്രം. ഞാൻ നാളെ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പവർ വിഷന്റെ ഇന്നാരാണ്, താങ്കളെ ശുശ്രൂഷയ്ക്ക് വിളിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു.
അതുകൊണ്ടാണ് ഞാൻ തങ്ങളെ വിളിച്ചത്. താങ്കളുടെ നമ്പർ കിട്ടാൻ ഒത്തിരി പാടുപെട്ടോ. പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച് ഇങ്ങനെ ഒരാളുണ്ട് എന്ന്. ആ ആളിനെ കണ്ടെത്തുവാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടു എന്നറിയാമോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഫോൺ വെച്ചോ. ആമേൻ. എന്നിട്ടും എനിക്കൊരു ഉറപ്പുമില്ല, ഇത് പരിഹസിക്കുകയാണോ, ഇതെനിക്ക് പണി തരികയാണോ എന്ന്. പക്ഷെ ചില മിനിറ്റുകൾക്കനന്തരം അദ്ദേഹം ഒരിക്കൽ കൂടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാരപ്പെടണ്ട, ഞാൻ ഒരാളുമായിട്ട് കോള് കണക്ട് ചെയ്തു തരാം, നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ, അപ്പോൾ ഞാൻ ഫേക്കല്ല എന്ന് ആമേൻ താങ്കൾക്ക് മനസ്സിലാകുമെന്ന്. കണ്ടോ, അദ്ദേഹം ഫേക്കാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതായിട്ട് അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞു. ചില മിനിറ്റുകൾക്ക് ശേഷം പഴയ പ്രസ്ഥാനത്തിലുള്ള ഒരു സ്നേഹിതൻ തന്നെ, ആമേൻ, ഒരു സഹോദരൻ തന്നെ എന്നെ വിളിച്ചോ. അദ്ദേഹത്തിന്റെ കയ്യിലും എന്റെ നമ്പർ ഇല്ലായിരുന്നു. അദ്ദേഹം എന്റെ അടുക്കൽ വിളിച്ചിട്ട് ചോദിച്ചോ, മനുഷ്യ, നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടാൻ ഞങ്ങൾ എന്തുമാത്രം പാടുപെട്ടുമെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതാണ് പരിശുദ്ധാത്മാവ്. നിനക്ക് FB ഇല്ലെങ്കിലോ, നിന്റെ ഫോൺ നമ്പർ ഫ്ലെക്സിലടിച്ച് നാട്ടുകാരെ പരിചയപ്പെടുത്തിയില്ലെങ്കിലോ, നിന്നെ അന്വേഷിക്കുന്നവൻ ആമേൻ കറക്റ്റ് ആയിട്ട് നേർവീതി എന്ന തെരുവിൽ തർസോസുകാരനായ ശൗൽ ഇരിക്കുന്നുവെന്ന് കറക്റ്റ് വീടും ലൊക്കേഷനും സ്ട്രീറ്റും പറഞ്ഞു കൊടുത്ത് നിന്നെ കണ്ടെത്തിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയോ. അതാണ് പരിശുദ്ധാത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവാണ്. സ്തോത്ര. ശേഖേമിൽ അലഞ്ഞു തിരിയുന്ന യോസെഫിനെ കണ്ടെത്തി സഹോദരന്മാരുമായി കണക്ട് ചെയ്ത് അവിടെ നിന്ന് മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ യോസെഫിനെ പൊട്ടക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഇസ്മായേലിൽ അറബിയിൽ നിന്ന് കടന്നു വരുന്നതായ ഇസ്മായേലിലെ കച്ചവടക്കാർ ഈ യോസെഫിനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി. എൻ്റെ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്നത് അവർ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്നവരായിരുന്നുവെന്ന. ഞാനപ്പോൾ ആലോചിക്കുക, 4 കന്നാലി അടിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള ആമേ ഈ കമ്പന്തേനിയിൽ നിന്നൊക്കെ പോത്തിനെ അടിച്ചുകൊണ്ട് വരുന്നത് പോലെ 4 പോത്തിനെയോ കന്നാലിയോ അടിച്ചുകൊണ്ട് വരുന്നവരായിരുന്നോ അവിടെ വന്നിരുന്നെങ്കിൽ ഈ രൂപേലും ശിമയോനോ രണ്ടിലൊന്ന് നോക്കാതെ എന്ത് ചെയ്തേനെ അറിയാവോ? യോസെഫിനെ ഈ കാലിച്ചന്തക്കാർക്ക് വിറ്റേനെ. സ്തോത്ര. എന്നാൽ അവര് കൊണ്ടുപോയി എവിടെ വിറ്റേനെ? യോസെഫിനെ കന്നുകാലി മാർക്കറ്റിൽ വിറ്റേനെ. പക്ഷേ യോസെഫിനെ മേടിക്കാൻ തക്കവണ്ണം ആള് വന്നത് ആരാണെന്നറിയാമോ? കന്നുകാലി കച്ചവടക്കാരല്ല. നാഗർകോവിലിൽ നിന്ന് കയറി വരുന്ന കോഴിവണ്ടിക്കകത്തോ ആമേ കള്ളുവണ്ടിക്കകത്തോട്ടോ അല്ല അവനെ വിട്ടത്. ഏറ്റവും നല്ല പെർഫ്യൂം ബിസിനസ് അത്തറ് കച്ചവടക്കാരുടെ കയ്യില് എന്ന് പറഞ്ഞ മിസ്രൈമിൽ പോയി അത്തറ് വിൽക്കുമ്പോ ഇത് ആരാ മേടിക്കാൻ നിൽക്കുന്നത്? അവിടുത്തെ ഏറ്റവും വലിയ മന്ത്രിമാര്, ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ളവർക്കാണ് ഇത് കച്ചവടം ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് ആമേൻ നിന്നെ ആരുമായിട്ട് കണക്ട് ആക്കണോ അവരുമായിട്ട് തന്നെ കണക്ട് ആക്കുക. ആത്മാവ് നിയോഗിച്ച് ശിമയോൻ ദൈവാലയത്തിൽ പോയപ്പോൾ the right time, the right person, the right place. അതാണ് പരിശുദ്ധാത്മാവ്. അത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നിൽ ഉള്ളിടത്തോളം നിനക്ക് വഴി തെറ്റുകയില്ല, നിനക്ക് വഴി പിഴയ്ക്കുകയില്ല. അവൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്താം. അപ്പൊ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. എൻ്റെ സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 35-33 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബസലേൽ എന്ന് പറയുന്ന മനുഷ്യൻ, ഊരിന്റെ മകനായ ഹൂരിയുടെ മകനായ ബസലേൽ, ഞാൻ അവനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. കണ്ടോ, ദിവ്യ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ അതിനോടുകൂടെ ജ്ഞാനം, ബുദ്ധി, അറിവ്, സാമർഥ്യം. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കുന്നതാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ, അല്ല, നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ, സ്തോത്രം, പലപ്പോഴും കർത്താവായ യേശുവിന്റെ മേൽ സ്നാനമേറ്റ് കയറും പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നെന്ന് ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചിരുന്നു. പ്രാവ് പോലെ വന്ന് പരിശുദ്ധാത്മാവ് യേശുവിന്റെ അകത്ത് കയറി. എന്നിട്ട് പരിശുദ്ധാത്മാവ് യേശുവിന്റെ അടുക്കൽ പറയുകയാണ്, എങ്ങോട്ട് പോകാനാ പറഞ്ഞതെന്നറിയാമോ? മരുഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞു. എന്തിനാ മരുഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞെന്നറിയാമോ? മരുഭൂമിയിൽ ആ കള്ള നാണം കെട്ട പിശാചിരിപ്പുണ്ട്, അവനെ തോപ്പിച്ച് വേണം പരിപാടി തുടങ്ങാൻ. കണ്ടോ, പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്യുക.
പറയുകയാണ്. ആമേൻ. പിശാച് എവിടെയുണ്ടെന്നോ അവനെ എവിടിട്ട് പിടിക്കണമെന്നോ അവനെ തോൽപ്പിക്കാനുമുള്ള റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. യോഹന്നാന്റെ 1 പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ 1 അത് നമ്മളിൽ സൃഷ്ടിക്കുവാൻ തുടങ്ങുക. 2 അത് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുക. 3 അത് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ സ്വാധീനിക്കുക. 4 പരിശുദ്ധാത്മാവ് നമ്മളെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കും. ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, ആരാധിക്കുവാൻ യോഗ്യന്മാരാക്കി തീർക്കുകയും ചെയ്യുക. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഭാഗമുണ്ട്, എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാകുന്നു. ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാൻ അവകാശമില്ല. ദൈവത്തെ എല്ലാവർക്കും ആരാധിക്കാൻ അവകാശമില്ല. സ്തോത്ര. നമ്മളിങ്ങനെ പറയും കുയില് പാടുന്നതും കാക്ക കരയുന്നതും അല്ല ദൈവത്തിൻ്റെ ആരാധനയാണെന്ന്. അത് ആരാധിക്കുകയോ ചെയ്യുകയോ ചെയ്യാതിരുന്നു കൊള്ളട്ടെ. പക്ഷേ ദൈവം ആരാധനയ്ക്ക് ആമേൻ വഴിയെ പോകുന്ന എല്ലാവരുടെ ആരാധന ദൈവത്തിന് വേണ്ട. യേശു കർത്താവ് ശമരിയ സ്ത്രീയുടെ അടുക്കൽ പറയുകയാണ്. ശമരിയ സ്ത്രീ വന്ന് യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുക, ഞങ്ങൾ മലയിൽ പോയി ആരാധിച്ചാലാണോ ദൈവം പ്രസാദിക്കുന്നത്, അതോ പട്ടണത്തിൽ പോയി ആരാധിച്ചാലാണോ ദൈവം പ്രസാദിക്കുന്നത്? കർത്താവ് പറഞ്ഞു, മലയിൽ പോയി വഴിപാട് കഴിച്ചാലോ വ്രതമിരുന്ന് മലയ്ക്ക് പോകുമ്പോഴല്ല ദൈവം പ്രസാദിക്കുന്നത്, പട്ടണത്തിൽ പോകുമ്പോഴുമല്ല ദൈവം പ്രസാദിക്കുന്നത്. എന്നിട്ട് അടുത്ത 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കണമേ. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഫാദർ സീക്കത്ത് സച്ച്. അങ്ങനെയുള്ളവരെയാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? ആരാധനയ്ക്ക് അന്വേഷിക്കുന്നത്. അമ്മേ, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ളവരെയാണ് ദൈവം ആരാധനയ്ക്ക് അന്വേഷിക്കുന്നത്. പരിശുദ്ധാത്മാവില്ലാത്തവന്റെ ആരാധന ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് പുതിയ നിയമ ദൈവസഭയുടെ ആരാധന എങ്ങനെയാണെന്നറിയാമോ? അവർ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ആരാധന ആരംഭിക്കുന്നത് ഏതിനകത്തായിരിക്കണം? പരിശുദ്ധാത്മാവിനകത്തായിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ ഒരു മനുഷ്യന് ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. ആ ആരാധന ദൈവത്തിന് ഇഷ്ടമില്ലെന്നേ. കാരണം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു. അപ്പൊ ആരെങ്കിലും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ആരാധിച്ചിട്ട് പോകട്ടെ എന്ന് ദൈവത്തിന് ഇഷ്ടമില്ല. സ്തോത്ര. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ള അപ്പച്ചന്മാരുണ്ട്. സ്തോത്ര. അവർക്ക് വീട്ടിലെ ആരെങ്കിലും കൊണ്ട് ചായ കൊടുത്താൽ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുകയല്ല. നമ്മുടെ സഭയിലൊക്കെ വരുന്ന ചില അമ്മച്ചിമാർ പറയുക, ആരാധന കഴിഞ്ഞ് ഓടിപ്പോകുക, എന്നിട്ട് പറയും വീട്ടിലെല്ലാം വെച്ചിട്ടുണ്ട്, ആ വീട്ടിൽ ഞങ്ങളെ സഹായിക്കാൻ വരുന്ന കൊച്ചു അവിടെ ഉണ്ട്, പക്ഷെ അപ്പച്ചന് ഞാൻ എടുത്തു കൊടുത്താലേ എന്തോ ചെയ്യത്തുള്ളൂ, അപ്പച്ചൻ കഴിക്കത്തുള്ളൂ. അതുപോലെ ദൈവത്തിന് ആരാധന വീട്ടിൽ നിൽക്കുന്ന കൊച്ചെടുത്ത് വിളമ്പിക്കൊടുത്ത അപ്പച്ചൻ അത് വേണ്ടെന്നേ. ഇതുപോലെ പിതാവായിരിക്കുന്ന ദൈവം വഴിയെ പോകുന്നവന്റെ കയ്യിൽ നിന്ന് ആരാധന മേടിക്കാൻ നിൽക്കുന്നവനല്ല. തന്നെ ആരാധിക്കുന്നവൻ ഇങ്ങനെയുള്ളവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആരാധനക്കാരന്റെ മനസാക്ഷിയെ നിർമ്മലീകരിക്കണം. എബ്രായ ലേഖനം 9:14 നമ്മൾ മുൻപേ വായിച്ചല്ലോ. സ്തോത്ര. യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണോ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ചപ്പെട്ടവന് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ ആരാധന ദൈവത്തിന് സുഗ്രാഹ്യമായി തീരണമെങ്കിൽ എന്തോ ചെയ്യണം? റോമാലേഖനം 15:15 ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിന് പ്രസാദമായി തീരണം. അപ്പൊ ആത്മനിറവാണ്, ആത്മാവാണ് ഒരു മനുഷ്യനെ ആരാധനയിൽ ദൈവവുമായിട്ട് കണക്ട്
ആക്കുന്നത്. നല്ല മുമ്പേ അഭിഷക്തെ ഓർപ്പിച്ചതുപോലെ ദൈവം പാട്ടിന്റെ ശ്രുതിയല്ല തേടുന്നത്, ദൈവം പാട്ടിന്റെ സ്വരമല്ല തേടുന്നത്, ദൈവം പാട്ടിന്റെ താളമല്ല തേടുന്നത്. പകരമോ ആത്മാവിനകത്ത് ആരാധിക്കണം. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഒരു സഹോദരന്റെ അടുക്കൽ പറയുകയുണ്ടായി, നമ്മൾ പെന്തക്കോസുകാരാണെന്നേ, രണ്ടു മറുഭാഷ പറയാത്ത ആരാധന. നമ്മളെ കളിയാക്കുന്ന മറുഭാഷക്കാരെന്നല്ലേ, രണ്ടു മറുഭാഷ പറയാതെ ഒരാരാധനയ്ക്ക് എന്തോ സുഖമുള്ളതെന്നേ. കാരണം ഈ മറുഭാഷ പറയുമ്പോൾ, ഈ അന്യഭാഷ പറയുമ്പോഴാ നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ആകുന്നത്. പെന്തക്കോസുകാരുടെ അടുക്കൽ ഞാനൊരു കാര്യം പറയാം, അന്യഭാഷ ഇല്ലാത്തവനെ, അഭിഷേകമില്ലാത്തവനെ, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളിൽ വിശ്വസിക്കാത്തവനെ പെന്തക്കോസിന്റെ ആരാധനകളിൽ പ്രൊമോട്ട് ചെയ്യരുത്. We need the worship in spirit and truth. അഭിഷേകത്തോടെ ആരാധിക്കണം. ആ ആരാധനയാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. ചൊലുത്തിന്റെ ഭംഗിയല്ല, സ്തോത്ര, ചൊലുത്തിന്റെ ഈണമല്ല, പകരം അന്യഭാഷകളിൽ അതിൽ നിറഞ്ഞുള്ള ആരാധന. എന്റെ സ്തോത്ര, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന തല. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവവുമായി ആരാധനയിൽ അടുക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഞ്ചാമത്തെ ഭാഗത്തിലെ നാലാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ അടുത്ത പ്രത്യേകത? അഞ്ചാമത്തെ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 14:16. ഞാൻ അതിന് മുൻപേ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്തോത്ര, എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവം ആത്മാവാകൊണ്ട് ആരാധിക്കുന്നവനും എന്തുണ്ടായിരിക്കണം? അതേ ആത്മാവുണ്ടായിരിക്കണം. 115, 135 ഈ രണ്ട് സങ്കീർത്തനങ്ങളിൽ ഒരേ കാര്യം പറയുന്നുണ്ട്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, കൈയുണ്ടെങ്കിലും ചലിക്കാത്ത, കാലുണ്ടെങ്കിലും നടക്കാത്ത, ഊമരും ചെകിടരുമായിരിക്കുന്ന വിഗ്രഹ ദൈവങ്ങൾ. എന്നിട്ട് അതിന്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, അവയെ ഉണ്ടാക്കുന്നവർ, അവയെ ആരാധിക്കുന്നവരെല്ലാം അവയെ പോലെയാകുന്നു. കണ്ടോ? ചലിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവൻ ചലിക്കുന്നവനായിരിക്കണം, ചലിക്കാത്ത ദൈവത്തെ ആരാധിക്കുന്നവൻ ചലിക്കാത്തവനുമായിരിക്കും. ഇന്ന് രാത്രി വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവന് നീ വീര്യം പ്രവർത്തിക്കുന്നവനായിരിക്കുക. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കുന്നവന് നീ അത്ഭുതങ്ങൾ ചെയ്യുന്നവനായിരിക്കുക. ആത്മാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നവന് നീ ആത്മാവായിരിക്കുക. സ്തോത്ര. പരിശുദ്ധാത്മാവിന്റെ നിറവ് ആരാധനയിൽ ആവശ്യമാണ്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്, സമയം വേഗത്തിൽ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുക, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയക്കുമെന്ന്. കാര്യസ്ഥൻ എന്നൊരു വാക്കാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മൂലഭാഷയിലേക്ക് വരുമ്പോൾ പാരാക്ലീറ്റോസ് എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പാരാക്ലീറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം? ആശ്വാസപ്രദൻ, കംഫോർട്ടർ എന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ വന്നാൽ അവൻ ആശ്വാസപ്രദനായിരിക്കുക. എന്ന് പറഞ്ഞാൽ അടിയിട്ടി കഴിയുമ്പം പോട്ടുമോനെ എന്ന് പറയുന്നതല്ല ആശ്വാസം. പകരം തീയിൽ കൂടി കടന്നാൽ നീ വെന്തു പോകത്തില്ല, നദികളിൽ കൂടി കിടക്കുമ്പോൾ നീ അത് മുങ്ങിപ്പോകത്തില്ല. നീ 7 മടങ്ങ് അധികം കഠിനമായ തീച്ചൂളയിൽ കൂടെ പോകുമ്പോൾ സ്തോത്ര, നിന്റെ ഉടുപ്പിന് അതിന്റെ മണം പോലും തട്ടാതെ, നിന്റെ ഉടുപ്പിന് അതിന്റെ മണം പോലും തട്ടാതെ നിന്നെ ഒരു കംഫോർട്ട് സോണിനകത്ത് നിർത്താം. ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലേ, ഞാൻ നിന്നോട് പറയട്ടെ, പ്രതികൂലത്തിന് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല, പ്രതിസന്ധിക്ക് നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല, അപവാദങ്ങൾക്കും വെല്ലുവിളികൾക്കും നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. Because the Paracletos, the Comforter, പരിശുദ്ധാത്മാവ്, അത് പാരാക്ലീറ്റോസ് ആണ്, അത് കംഫർട്ടർ ആണ്, അത് നിന്നെ സൂക്ഷിക്കുന്നതാണ്. സ്തോത്ര. എന്റെ സഹോദരങ്ങളെ, തണുപ്പ് കാലത്തൊക്കെ പുതയ്ക്കുന്ന സാധനത്തിന്റെ പേര് കംഫർട്ടർ എന്നാണ്. സ്തോത്ര. ഈവൻ ചെറിയ ചൂടുകാലത്ത് പോലും അത് പുതയ്ക്കാൻ കഴിയുക. എന്താണ് കാരണമെന്നറിയാമോ? പുറത്തെ ടെമ്പറേച്ചർ ഇതിനകത്തേക്ക് കയറത്തില്ല. ഒരു ബ്ലാങ്കറ്റ് പോലെ ഒരു കംഫർട്ടറാണ് പരിശുദ്ധാത്മാവ്. പുറത്തെ
പുറത്തെ ശൈത്യം എത്ര കഠിനമായിരുന്നാലും, പുറത്തെ ഉഷ്ണം എത്ര കഠിനമായിരുന്നാലും അത് നിന്നെ ബാധിക്കാതെ വേണം. വെയിലിന്റെ ചൂട് തട്ടാതെ, ശീതത്തിൽ നീ മരവിക്കാതെ നിന്നെ സംരക്ഷിക്കുക. സ്തോത്ര. ഇസ്രായേലിലെ ചിലരെ ഞാൻ സ്വർഗത്തിൽ കാണുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് ചോദിക്കുക, മരുഭൂമിയിൽ എങ്ങനെയുണ്ട് ടെമ്പറേച്ചർ, മരുഭൂമിയിൽ എങ്ങനെയുണ്ട് നട്ടുച്ചയ്ക്ക്, മരുഭൂമിയിൽ എത്ര ഡിഗ്രി ചൂട് കാണോ? അവരെന്റെ അടുക്ക് പറയും, മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് ഒരു 16-17 ഡിഗ്രി ഒക്കെ കാണോ, നല്ല നട്ടുച്ചയ്ക്ക്. ആമേ. അപ്പൊ രാത്രിയിൽ എത്രയായിരിക്കും? പകല് 14-15 രാത്രി ഒരു 3ഉം 4ഉം ഒക്കെ വരുമോ? അവര് പറയില്ല, രാത്രിയിൽ ഏതാണ്ട് 14-15 നിൽക്കുക. എങ്ങനെയായി 40 വർഷം? അപ്പൊ സീസൺ മാറുമ്പോഴോ അവര് പറയോ 40 വർഷം ഞങ്ങൾക്ക് ഒരേ സീസൺ ആയിരുന്നു. എന്റെ സഹോദരങ്ങളെ, ഒരു വർഷം 4 സീസണുകളുണ്ട്. 40 വർഷം എന്ന് പറയുമ്പോൾ 160 സീസണുകൾ കഴിഞ്ഞു പോകണം. പക്ഷേ മരുഭൂമിയിൽ ഇസ്രായേൽ സഞ്ചരിച്ചു. 160 സീസണുകൾ സംഭവിക്കേണ്ടിയിടത്ത് അവർക്കൊരൊറ്റ സീസണേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ടെമ്പറേച്ചറേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ഹ്യൂമിഡിറ്റിയെ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ എയർ ക്വാളിറ്റിയെ ഉണ്ടായിരുന്നുള്ളൂ. Because they were under the Paracletos. അതാണ് പരിശുദ്ധാത്മാവ്. സാഹചര്യങ്ങൾ നിന്നെ ബാധിക്കുകയില്ല. പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ സാഹചര്യങ്ങൾ ബാധിക്കുകയില്ല. അമേ. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അവൻ മേപ്പോട്ട് 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 വരിക. സ്തോത്ര. അമേ. ദൈവ ജലപ്രളയം വരുത്തി, എല്ലാ വീടുകളും മുങ്ങി, എല്ലാ വീടുകളും താണു, എല്ലാ പർവ്വതങ്ങളും മുങ്ങി, എല്ലാ വൃക്ഷങ്ങളും മുങ്ങി, എല്ലാം മുങ്ങി. പക്ഷെ നോഹയുടെ പെട്ടകം മാത്രമോ പൊങ്ങിക്കൊണ്ടിരുന്നു. As the adversary prevails, ശത്രു പ്രബലപ്പെട്ട് തുടങ്ങുന്നതനുസരിച്ച് നോഹയുടെ പെട്ടകം പൊങ്ങിക്കൊണ്ടേയിരുന്നു. പ്രളയജലം എത്ര ഉയർന്നാലോ അഭിഷേകമുള്ളവൻ 1 ഇഞ്ച് താഴത്തില്ല. പ്രളയജലം ഉയരുന്തോറോ, പ്രതികൂലം ഉയരുന്തോറോ ഞാൻ ഉയരുക തന്നെ ചെയ്യും. അതാണ് എന്റെ മേലുള്ള പാരാക്ലീറ്റോസ്. പ്രളയത്തിന്റെ വെള്ളം കൂടുന്നതനുസരിച്ച്, നോഹയുടെ പൊങ്ങുന്നതനുസരിച്ച് നോഹയുടെ പെട്ടകവും പൊങ്ങിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. നോഹേ, ഈ കാട്ടിൽ പോയി മരമെല്ലാം കൊണ്ടുവന്ന് ഇത് ഇത്രയും വെട്ടിയുണ്ടാക്കി 1 ഇഞ്ച് ചലിപ്പിക്കാൻ പറ്റുമോ? പെട്ടകം ആരുണ്ടാക്കിയതാ? നോഹ തന്നെ. പക്ഷെ നോഹയ്ക്ക് ഇപ്പൊ ഈ പെട്ടകം ചലിപ്പിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. നിന്റെ കുടുംബം നീ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, നിന്റെ മക്കളെ നീ തന്നെ ജനിപ്പിച്ച് വളർത്തിയതാ. പക്ഷെ നിനക്കതിനെ ചലിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. പക്ഷേ ആ പെട്ടകത്തെ പൊക്കാൻ ദൈവ ലോകത്തിന്റെ ന്യായവിധിയുടെ പ്രളയം അത് നിനക്ക് ചലിപ്പിക്കാൻ കഴിയാത്തതിനെ ചലിപ്പിക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ്, നോഹയുടെ പെട്ടകത്തിനെല്ലാം ഉണ്ടാക്കി, പക്ഷെ ദൈവം ചിലപ്പോൾ ചില മണ്ടത്തരങ്ങൾ കാണിക്കും. ആ മണ്ടത്തരങ്ങളാണ് എൻ്റെയും നിങ്ങളുടെ രക്ഷ. സ്തോത്ര. എല്ലാം വെച്ച് പക്ഷെ ഒരു സാധനം മാത്രം പെട്ടകത്തിന് വെച്ചില്ല. എന്താണ് വെക്കാതിരുന്നതെന്നറിയാമോ? ഒരു സ്റ്റിയറിംഗ് മാത്രം വെച്ചില്ല, ഒരു ചുക്കാൻ മാത്രം വെച്ചില്ല. കർത്താവേ, ഇത് എന്തോ സംഭവിക്കാം? എൻ്റെ സഹോദരങ്ങളെ, പ്രളയജലം ആകാശത്തോളം ഉയർന്നോ, പർവ്വതങ്ങൾ മുങ്ങി. അടുത്തത് വെള്ളം ഇറങ്ങുവാൻ തുടങ്ങി. വെള്ളം ഇറങ്ങുമ്പോൾ സ്തോത്രം, പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഈ പെട്ടകം എവിടെയാണ് എത്തേണ്ടത്? വെള്ളം ഇറങ്ങുമ്പോൾ സാധനമല്ല എവിടെ പോകും? വെള്ളം ഇറങ്ങുമ്പോൾ സാധനമല്ല എവിടെ പോകും? കടലിൽ പോകും. അപ്പൊ നോഹയുടെ പെട്ടകം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒഴുകി 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 എവിടെ ചെല്ലേണ്ടതായിരുന്നു? അറബിക്കടലിൽ കിടന്ന് അലയേണ്ടതായിരുന്നു. നോഹ ഉണ്ടാക്കിയ പെട്ടക 360-ലധികം ദിവസങ്ങൾ കഴിഞ്ഞ് ഭൂമിയിലെ വെള്ളം താഴുമ്പോ നോഹയുടെ പെട്ടക ഇങ്ങനെ അറബിക്കടലിൽ കിടന്ന് അലയോ, ആമേൻ, കര കിട്ടാതെ അലയോ. ഇതായിരുന്നു പ്രപഞ്ചത്തിന്റെ നിയമം. പക്ഷേ ദൈവം പൊക്കിയ പെട്ടകത്തെ അറബിക്കടലിൽ അലയാൻ ദൈവം സമ്മതിക്കത്തില്ല. അത് അരാരാത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ, അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാരാക്ലീറ്റോസ് ആയിട്ട് നിൽക്കുമ്പോൾ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ, യേശുവിനെ കുറിച്ച് നിങ്ങൾ നന്നായി അറിയണം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്ര. അവൻ നമ്മുടെ ബലഹീനതകളിൽ
സഹതാപം കാണിക്കാൻ കഴിയാത്ത പുരോഹിതനല്ല. എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ മാൻ ദാറ്റ് cannot be touched with our infirmities, feeling of our infirmities. നമ്മുടെ ഇൻഫോർമിറ്റീസിന്റെ, നമ്മുടെ ബലഹീനതകളുടെ ഫീലിങ്ങുകളാൽ സ്പർശിക്കപ്പെടാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത് എന്ന വാക്കാതെന്നറിയാമോ? ആമേ, അവിടെ പറയുകയാണ് which cannot be touched with he is not an high priest which cannot be touched with the feeling of our infirmities, but he can be touched with the feeling of our infirmities. നമ്മുടെ ബലഹീനതകളുടെ വിചാരങ്ങളാൽ സ്പർശിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിലേക്ക് പകരുന്ന ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. അതാണ് പൗലോസിന്റെ അടുക്കൽ പറഞ്ഞു, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരോ. നിന്റെ ബലഹീനത എത്രത്തോളം വലിയതാണോ അത്രത്തോളം എന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരികയും ചെയ്യാം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കട്ടെ. പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യുവാൻ കഴിയുക? എന്റെ സഹോദരങ്ങളെ, റോമാലേഖനം 8-13 വാക്യം, റോമാലേഖനം 8-13 വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവോ എങ്കിൽ. അപ്പൊ അവിടെ പറയണം, ആത്മാവിനാൽ എന്ത് ചെയ്യാൻ കഴിയുക? ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാൻ കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിൽ ആർക്കും നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? മരിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. എന്നാൽ നമുക്ക് മരിപ്പിക്കാൻ കഴിയാത്ത സാധനത്തെ പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ കഴിയുക? മരിപ്പിക്കാൻ കഴിയുക. ഞാൻ പറഞ്ഞ ഒന്നും കൂടെ മനസ്സിലാകാൻ പരുവത്തിൽ ഞാൻ പറയാ. സ്തോത്രം. ചില നാളുകൾക്ക് മുൻപ്, ഇപ്പോഴും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് സ്തോത്ര മൂന്നാറിൽ ഒരു കാട്ടാന ഇറങ്ങി. ആ കാട്ടാനയുടെ മുമ്പിൽ ഒരു മനുഷ്യന് നിൽക്കാൻ കെൽപ്പില്ല. 10 പേര് കൂടി ചേർന്നാൽ ഈ കാട്ടാനെ വല്ലതും ചെയ്യാൻ കഴിയുമോ? 100 പേര് കൂടി ചേർന്നാൽ ഈ കാട്ടാനെ വല്ലതും ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ കാട്ടാന കൊമ്പും കുലുക്കി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മനുഷ്യർക്കാർക്ക് അവന്റെ മുൻപാകെ നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ സ്തോത്ര കേരളത്തിന്റെ ഫോറസ്റ്റ് സ്തോത്ര അവന്റെ മുകളിലേക്ക് സിറിഞ്ചുകളെ ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടോ. അവന് മയക്കുവെടി അങ്ങോട്ട് അടിച്ചു വിട്ടോ. മയക്കുവെടി അടിച്ചപ്പോൾ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ഈ കൊലകൊമ്പൻ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇങ്ങനെ ആടി ആടി നിൽക്കുകയാ. സ്തോത്ര. ഫോറസ്റ്റിന്റെ കയ്യിലുള്ള 2 കുങ്കിയാനകൾ വന്ന് ഇവനെ ഇടവും വലവും നിർത്തി തട്ടി ലോറിക്കകത്ത് കയറ്റി തമിഴ്നാടിന് നാട് കടത്തി വിട്ടോ. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ഒരു ഇത്രയുള്ള സിറിഞ്ചിനകത്ത് അവന്റെ മേളിൽ അടിച്ചപ്പോ നടന്നോ? ഒരു ഗ്രാമം ഒരുമിച്ച് നിന്നാൽ, വടിയും കോലും പൊട്ടാഷ്യം വെടിമരുന്നും കൊണ്ട് നിന്നാൽ ഓടിക്കാൻ കഴിയാത്ത ആനയെ സ്തോത്ര ഫോറസ്റ്റിന്റെ കയ്യിലുള്ള ഒരു സിറിഞ്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മയക്ക് സാധനം അവന്റെ അകത്തോട്ട് ചെന്നപ്പോ കൊലകൊമ്പൻ നിന്നാടുകയാ. ഇതാണ് പരിശുദ്ധാത്മാവ്. നിന്റെ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ട് ശാസ്ത്രം കൊണ്ടോ കഴിവുകൊണ്ട് സംഘടനാ ബലം കൊണ്ടോ നിന്റെ അറിവ് കൊണ്ടോ നമ്മെ നശിപ്പിക്കാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങളെ മാറ്റുവാൻ കഴിയുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, പാപങ്ങളെ മരിപ്പിക്കുവാൻ തക്കവണ്ണ സിറിഞ്ച് വെച്ച് കുത്തുന്ന, സൂചി വെച്ച് കുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന അനേക അനുഭവങ്ങളുണ്ട്. ചാട്ടവാറ് കൊണ്ട് അടിപ്പിക്കുന്ന, നാക്കിൽ ശൂലം കുത്തുന്ന, പുറത്ത് ഹുക്കിട്ട് തൂക്കം നടത്തുന്ന, ശയന പ്രദക്ഷിണം നടത്തുന്ന, മൊട്ടയടിക്കുന്ന 1000 കൂട്ടം കാര്യങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ 1000 കൂട്ടം പാപപരിഹാരത്തിന് ഉരുളിച്ച നടത്തിയാൽ, മൊട്ടയടിച്ചാലും തൂക്കം നടത്തിയാൽ, ശൂലം കുത്തിയാൽ ഒഴിഞ്ഞു പോകാത്ത പാപത്തെ മോർട്ടിഫൈ ചെയ്യാൻ, മരിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയോ? ഇന്ന് രാത്രി അത് നിനക്ക് അസാധ്യമായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിന് കഴിയോ? പരിശുദ്ധാത്മാവിന്റെ 2-3 കാര്യങ്ങളെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എഫെസ്യ ലേഖനം 1-14 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ? സ്തോത്ര. മുദ്രയിടുക എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെന്റ് ഭാഷയാണ്, അതൊരു കിങ്ഡം ലാംഗ്വേജ് ആണ്. മുദ്രയിടാൻ നമുക്കാർക്ക് മുദ്രയിടാൻ അധികാരമില്ല. നമ്മളൊക്കെ പിന്നെ സഭയ്ക്കകത്ത് ആകെ മുദ്രയിടുന്ന എന്തുവെന്നറിയാവോ? സൺഡേ സ്കൂൾ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോ ഒരിച്ചിരി അരക്ക് മേടിച്ച്
പിടിച്ച് നൂലിന്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചു വിടും. ഇതാണ് നമുക്കറിയാവുന്ന ആകെയുള്ള മുദ്ര. സ്തോത്ര. എന്നാൽ ഇതൊരു കിങ്ഡം ലാംഗ്വേജ് ആണ്. എന്താണ് കിങ്ഡം ലാംഗ്വേജ്? എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു വീട് കൊണ്ടുപോയി പൂട്ടി അതിന് മുദ്രയിട്ട് കഴിഞ്ഞാൽ ഇത് രാജാവാണ് പൂട്ടിയിരിക്കുന്നതെന്ന് അതിന്റെ അർത്ഥം. സ്തോത്ര. ഇതിന്മേൽ വേറൊരുത്തിനും തൊടാൻ അധികാരമില്ല. അവിടെ പറയുകയാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, യേശുവിന്റെ രക്തം കാണുമ്പോൾ പിശാച് ഒഴിഞ്ഞു പോകും. എന്നാൽ പിശാച് ഒഴിഞ്ഞു പോകാതെ ഇനി ഒരുപക്ഷെ അവൻ വാതിലിൽ വന്ന് നോക്കി എന്നിരിക്കട്ടെ, അവൻ ആ ലോക്കിന്റെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര കാണുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാകാം. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ പ്രോപ്പർട്ടി ആയതെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ 1 കൊരിന്ത്യർ 3:16 പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കൊണ്ട് നിങ്ങൾ ഇനി എന്താണ്? ദൈവത്തിന്റെ മന്ദിരം. യു ആർ ദ പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. വീണ്ടും 6-ാം അധ്യായത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരത്രേ. ഞാൻ ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയോ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ he will be the possession, he will be the inheritance of God. അവൻ ദൈവത്തിന്റെ വകയാകാം. നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടോ. നിന്റെ പൂട്ട് പൊളിക്കാമെന്ന് ചിന്തിക്കുന്നവർ രാജ്യത്വത്തിന്റെ മുദ്രയെ പൊളിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, അഭിഷേകം നിന്റെ കാവലാണ്, അഭിഷേകം നിന്റെ സംരക്ഷണമാണ്. അഭിഷേകമുള്ള സഭയെ തൊട്ട വിവരമറിയോ, അഭിഷേകമുള്ള കുടുംബത്തെ തൊട്ട വിവരമറിയോ. ദൈവം അബ്രഹാമിന്റെ അടുക്ക പറഞ്ഞു, അബ്രഹാം ഞാൻ നിന്റെ പരിചയമാകുന്നുവെന്ന്. എന്താണ് പരിചയം എന്നറിയാമോ? ഇത് അബ്രഹാമാണെന്നിരിക്കട്ടെ, ആമേൻ, ഇത് ദൈവവുമാണെന്നിരിക്കട്ടെ, പരിചയം എപ്പോഴും എവിടെ നിൽക്കുമെന്നറിയാമോ? മുന്നിൽ നിൽക്കുക. ഒരുത്തൻ വന്ന് ഇതിനെ ആരുടെ മേളിലാണ് കിട്ടുന്നതെന്നറിയാമോ? പരിചയുടെ മേള്. ആമേൻ. ഞാൻ നിന്നെ സൂക്ഷിക്കാമെന്നല്ല പറഞ്ഞത്. വാളും കൊണ്ട് ഒരുത്തൻ നിന്റെ നേരെ വന്നാൽ, കുന്തം കൊണ്ട് ഒരുത്തൻ നിന്റെ നേരെ വന്നാൽ, അവൻ കുത്തുന്നത് നിന്നെ ആയിരിക്കത്തില്ല, അവൻ കുത്തുന്നത് എന്നെ ആയിരിക്കാം. അതാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഇന്ന് രാത്രി അഭിഷേകമുള്ള ദൈവജനം തിരിച്ചറിയട്ടെ, പരിശുദ്ധാത്മാവുള്ള ദൈവജനം തിരിച്ചറിയട്ടെ. യു ആർ ദ പ്രോപ്പർട്ടി ഓഫ് മോസ്റ്റ് ഹൈ. നീ അതിപരിശുദ്ധന്റെ അത്യുന്നതന്റെ അവകാശത്തിനകത്താണ്. സ്തോത്രം, സ്തോത്രം. അവന്റെ പ്രോപ്പർട്ടിയായി മാറുകയാണ്. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറഞ്ഞ് അതിനെ പൂർത്തീകരിക്കട്ടെ. റോമാലേഖനം 8:14, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവൻ അല്ല. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ അവൻ ഉള്ളവനാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അടുത്ത ഭാഗം പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് എത്ര ക്രൈസ്തവ പാരമ്പര്യം ഉണ്ടെന്നിരിക്കട്ടെ, നിനക്ക് എത്ര ക്രൈസ്തവ പരിചയം ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിന്നിലില്ലെങ്കിൽ കർത്താവ് പറയും, ഇവൻ എന്റേതല്ല കേട്ടോ, ഇവൻ എന്റേതല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്ര. ആമേൻ. ഈ ഇരിക്കുന്ന യമഹയുടെ ഋതംപാട്, ആമേൻ, ലക്ഷക്കണക്കിന് ഋതംപാടുണ്ടായിരിക്കുക, ലക്ഷക്കണക്കിന് സാധന ഈ കമ്പനിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് വില കൊടുത്ത് വാങ്ങിയ ആൾക്ക് 1000 ഋതംപാട് ഇതിനകത്തിരുന്നാൽ, ആമേൻ, ഇതിന്റെ ഉടമസ്ഥന് ഇത് കണ്ടാൽ അറിയാം. കാരണം അവൻ്റെതായിട്ട്, ആ ഉടമസ്ഥൻ്റെതായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു അടയാളം ഇട്ടിരിക്കുക. ആമേൻ. ഇവിടെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് ഈ ഋതംപാട് ഇവിടെ അടച്ചു ബാഗിനകത്ത് വെച്ചിട്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ നല്ല ഋതംപാടാണ്. എൻ്റെ കയ്യിൽ ഒരു പൊളിഞ്ഞ ഋതംപാടുണ്ട്. ഞാൻ ആ ഋതംപാടെടുത്ത് ഈ ബാഗിനകത്തിട്ട് കവറിട്ട് പൂട്ടിയിട്ട് ഈ നല്ലതെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചെന്നിരിക്കട്ടെ. ആമേൻ. നാളെ ആരാധനയ്ക്ക് വന്ന് ഇത് തുറന്നു നോക്കുമ്പോൾ പറയുക, ഇത് എൻ്റേതല്ല. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിന്ന് ഇവിടുത്തെ പാസ്റ്റർ പറയാം, എടാ ഇത് യമഹയുടെ സാധനം തന്നെയല്ലേ, കറുത്ത സാധനം തന്നെയല്ലേ, ദാണ്ട് 4 ഹോൾ ഇവിടെ ഉണ്ടല്ലോ, 4 പോയിന്റ് ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ അവൻ പറയില്ല, എൻ്റെ സാധനത്തിൽ ഒരു മുദ്രയുണ്ട്, എൻ്റെ
നിന്റെ സാധനത്തിൽ ഒരു അടയാളമുണ്ട്, അതല്ലാത്തത് എന്റേതല്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഉടമസ്ഥ അടയാളമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി നീ എന്തൊക്കെ പാരമ്പര്യം പറഞ്ഞാല്, ഇന്റെ മേളിൽ അഭിഷേകമില്ലെങ്കിൽ, ഇന്റെ മേളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നീ ദൈവത്തിനുള്ളവനല്ല. ആമേൻ. അടുത്തിരിക്കുന്നവരുടെ അടുക്ക പറഞ്ഞേ, അഭിഷേകം ഇല്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ, അഭിഷേകമില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. സ്തോത്ര. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സാധ്യതയെ ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അമ്മേ, അവിടെ പറയുന്നത്, സ്തോത്രം, കർത്താവ് അവിടെ പറയുന്ന ഭാഗം ഇതാകുന്നു. സ്തോത്ര. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്ത് ചെയ്യോ? അവൻ നിങ്ങൾക്ക് വരുവാനുള്ളതിനെ അറിയിച്ചു തരുമെന്നാണ് പറയുന്നത്. അവൻ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. സ്തോത്ര. അവൻ വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പൊ പരിശുദ്ധാത്മാവ് ഭാവിയെ കുറിച്ച് നിങ്ങളോട് പറയുക. യോഹന്നാൻ 16:13 അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പൊ അഭിഷേകമുള്ള ഒരു മനുഷ്യന് നാളെയെ കുറിച്ചൊരു ഉറപ്പുണ്ടായിരിക്കാം. ആമേൻ. നാളെ എന്താകും, നാളെ ആകുലം എന്താ? ആമേൻ. നാളെയെ കുറിച്ച് അവനൊരു ആശങ്കയില്ല, നാളെയെ കുറിച്ച് അവനൊരു ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. സ്തോത്ര. നിന്റെ ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുൻപേ നിന്റെ എക്സാമിന്റെ റിസൾട്ട് കാർഡ് ദൈവം അടിച്ചു വെക്കാം. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിന്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുൻപേ, സ്തോത്ര, നിന്റെ പരീക്ഷയുടെ റിസൾട്ട് മാർക്ക് എത്ര A+ ഉണ്ട്, എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് സ്വർഗം ഓൾറെഡി അത് അടിച്ചിരിക്കുകയാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ജനുവരി മാസത്തിൽ ഒരു മനുഷ്യൻ, ഒരു അഭിഷക്തൻ ഞങ്ങളുടെ വീട്ടിൽ വന്നോ, എൻ്റെ അടുക്കൽ പറഞ്ഞോ, നിനക്ക് ഇത്ര പെർസെന്റ് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞോ. ഞാനിങ്ങനെ മനസ്സിനകത്ത് ചിന്തിച്ചു, ദൈവമേ, ഇത്ര പെർസെന്റ് മാർക്കൊന്നും എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, അത് ക്ലാസ്സിലെ ഇന്നാർക്കൊക്കെ കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞു. സ്തോത്ര. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 1% കുറയാതെ, 1% കൂടാതെ ഡിസ്റ്റിങ്ഷന്റെ മേളിൽ അദ്ദേഹം പറഞ്ഞ അതേ മാർക്ക് എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് കിട്ടി. അത് കഴിഞ്ഞ് 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ്, 1.5 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിയത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുമ്പേ, നീ ആൻസർ പേപ്പറിൽ കുത്തിക്കുറിക്കുന്നതിന് മുമ്പേ നിന്റെ റിസൾട്ട് കാർഡ്, നിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് വെക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയോ? സ്തോത്ര. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദിയിങ്കൽ തന്നെ അവൻ അന്ത്യത്തെ കുറിച്ച് അരുളി ചെയ്യുന്നുവെന്ന്. അത് സാധാരണമായ പബ്ലിക് എക്സാമിൽ, SSLCയിലും എൻട്രൻസിലും മാത്രമല്ല, വിശ്വാസ ജീവിതത്തിന്റെ പരിശോധനയ്ക്കകത്ത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, സാത്താൻ കോതമ്പ് പോലെ നിന്നെ പാറ്റുവാൻ അനുവാദം നിങ്ങളെ പാറ്റുവാൻ അനുവാദം ചോദിച്ചോ, പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നീ ഒരു പ്രാവശ്യം തിരിഞ്ഞു വന്ന ശേഷം എന്റെ സഹോദരന്മാരെ ധൈര്യപ്പെടുത്തിക്കൊള്ളുക. പരീക്ഷയുടെ റിസൾട്ട് അറിയുന്നവനാണ് ദൈവം. നിന്റെ ഭാവിയെ ദൈവം അറിയുന്നവനാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. കേട്ടോ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിന് എന്ത് ചെയ്യാൻ കഴിയുക? മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുക. ദൈവത്തിൻ്റെ ആത്മാവിന് മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുക. അതിനെ ഞാൻ 2ആയി തിരിച്ച് പഠിപ്പിക്കാം. ഒന്ന്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുക. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുക. ഈ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് തേജസ്സിൽ ഉയർക്കപ്പെടുക. ഈ ബലഹീനമായത് ശക്തിയെ പ്രാപിക്കുക.
ഈ ഭൗമികമായത് സ്വർഗീയമായതിനെ പ്രാപിക്കുക. ഈ മൺമയമായ ശരീര വിൺമയമായി മാറ്റപ്പെടുക. ഈ ഭൗമികമായ ശരീര സ്വർഗീയമായ ശരീരമായി മാറ്റപ്പെടുക. ഈ നാറ്റം വെക്കുന്ന ശരീര അത് ദൈവത്തിന്റെ തേജസ് ഉടുക്കുന്ന ശരീരമായി, പൊന്നുപോലെ സ്ഫടികം പോലെ മിന്നിത്തിളങ്ങുന്ന ശരീരമായി രൂപാന്തരപ്പെടുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, മനുഷ്യന് പ്രപഞ്ചത്തിന് മനുഷ്യനെ പിടിച്ചടക്കാൻ വെക്കുന്ന ഒരു കഴിവുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ പെർഫെക്റ്റ് പവറിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഒരു ഗുരുത്വാകർഷണ ബലങ്ങൾക്ക് പിന്നെ ഈ ശരീരങ്ങളെ മണ്ണിനകത്ത് ഒതുക്കാൻ കഴിയത്തില്ല. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുക, രൂപാന്തരം പ്രാപിക്കുക. എന്താണ് നമ്മുടെ പ്രത്യാശ? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. ആമേ. എന്താണ് അതിന്റെ അടുത്ത ഭാഗം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുമെന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി മാറ്റപ്പെടുക. എന്താണ് അവനോട് സദൃശ്യൻ? അപ്പോൾ യേശു എങ്ങനെ ഇരിക്കുകയാണ്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വിളിച്ചു പറയുകയാണ്, പത്മോസിന്റെ ഏകാന്തതയിൽ ഞാൻ ആ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി കാഹളത്തിനൊത്ത മഹാനാദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ ഉലയിൽ ചുട്ടുപരിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുകൾ എന്റെ അടുക്കലേക്ക് നടന്നു വരുന്നു. ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ തലയും താടിയും ഹിമത്തോളം വെളുത്ത്, മുഖം സൂര്യനെ പോലെ പ്രകാശിച്ച്, കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതായി, നാവുകൾ പിളർന്നിരിക്കുന്ന വാളുകൾ പോലെ, മാറത്ത് പൊൻകച്ച കെട്ടി നിലയെങ്കി ധരിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് തേജോമയനായി ഒരുത്തൻ ഇറങ്ങി വരുന്നു. അവനോട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു, അവനോട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു അവനോട് സദൃശ്യന്മാരായി തീരാ. എങ്ങനെ ഇത് സംഭവിക്കാം? പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കാം. എന്നാൽ ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ സംഭവിക്കുന്നതാണ്. ഒരുപക്ഷെ ഈ രാത്രി ഈ ആകാശത്തിന്റെ മധുവിൽ മേഘങ്ങളിൽ യേശു ഇറങ്ങി വരാ. ഒരുപക്ഷെ ഇന്നു രാത്രി ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പേ ഈ ആകാശം വെട്ടിത്തിളങ്ങി പ്രകാശിക്കാം. അവിടെ തേജസ്സോടെ യേശു വരാ. ഈ മൈക്കിന്റെ സൗണ്ടിനെ കാട്ടില് മഹത്വത്തോടെ കാഹളം ധ്വനിക്കോ, ദൂതന്മാർ ശബ്ദം മുഴക്കോ, ദൈവത്തിന്റെ ഗംഭീര നാദം കേൾക്കാം. അപ്പോൾ ഈ മീറ്റിംഗ് പിരിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകത്തില്ല. പകരമോ ഇതിൽ നിന്ന് വലിയൊരു സമൂഹം ആകാശങ്ങളിലെ പറന്നുയരാ. മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല ഇടങ്ങളിലെയോ അനേക കല്ലറകളിലെ സ്ലാബുകൾ ഇളങ്ങോ, അതിനകത്തുനിന്ന് വലിയ ഭൂകമ്പമുണ്ടാകോ, അനേക വൃതന്മാർ ആവരോ പറന്നുയരാ. അത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അത് ലോകത്തിന്റെ ടെക്നോളജി അല്ല, അത് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് അല്ല, അത് അമേരിക്കയുടെ നാസയല്ല, അത് ഇന്ത്യയുടെ ഇസ്രോ അല്ല, അത് സദാം ഹുസൈൻ പടച്ചുവിട്ട ആറ്റോമിക് ബോംബുകളല്ല, അത് പുട്ടിന്റെ ഹൈഡ്രജൻ ബോംബാടിക്കുകളല്ല. പകരോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്നാൽ അത് നമ്മുടെ പ്രത്യാശയാണ്. എന്നാൽ ആ പ്രത്യാശയിൽ മാത്രമല്ല, അവൻ ആ ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്തിയ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടാം. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ ജീവൻ വ്യാപരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയോ? 90 വയസ്സുള്ള സാറ എന്ന് പറയുന്ന അമ്മച്ചി, ആ അമ്മച്ചി പറയുകയാണ്, അമ്മേ, എന്റെ ഗർഭപാത്രം നിർജീവമായത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അറിഞ്ഞതാ. ഇന്ന് ഞാനിങ്ങനെ ശവക്കുഴി ഓർത്ത് ജീവിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നപ്പോൾ അപാരഹട്ടരാജരാതി നിർജീവമെന്ന് പറഞ്ഞ അവളുടെ ആന്തരിക അവയവങ്ങൾ ജീവൻ പ്രാപിച്ചില്ലേ? 4 ദിവസമായി നാറ്റമായി കർത്താവേ എന്ന് പറഞ്ഞ കല്ലറയ്ക്കകത്ത് ചുറ്റിക്കെട്ടി വെച്ചിരുന്ന ലാസറിന്റെ ശരീരം പുറത്തു വന്നില്ലേ? യായിറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ചില്ലേ? മഞ്ചത്തിലിരുന്ന മകനെ എഴുന്നേൽപ്പിച്ചില്ലേ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ മർത്തിയ ശരീരങ്ങൾ ജീവിപ്പിക്കപ്പെടും. ഈ രാത്രി ഇതിനകത്ത് ഏത് രോഗം നിന്നെ മർത്തിയമാക്കി തീർത്തോ, ഏത് രോഗം നിന്നെ ബലഹീനമാക്കി തീർത്തോ, ഏത് രോഗം നിന്റെ ശരീരത്തെ നിർജീവമാക്കി തീർത്തോ, ഏത് അന്ധകാര ശക്തി നിന്റെ ശരീരത്തെ നിർജീവമാക്കി തീർത്തോ, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവിന്, ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്, ഞാൻ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന
യേശു ക്രിസ്തുവിന്റെ ആത്മാവിന് നിന്റെ ശരീരത്തെ സുഖപ്പെടുത്തുവാൻ കഴിയോ? ലൂക്കോസ് 5:17 അവിടെ പറയുന്നത് ഇങ്ങനെയാകുന്നു. സ്തോത്ര. അവൻ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഒരു അസാധാരണ ശക്തിയുണ്ട്. അത് സൗഖ്യമാക്കുന്ന ശക്തിയാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? The Holy Spirit, the healing power is moving here right now. ഇന്ന് രാത്രി അത് സ്പർശിക്കുകയാണ്. നീ ഏത് വിധത്തിൽ രോഗിയാകട്ടെ, നീ ഏത് വിധത്തിൽ ബലഹീനനാകട്ടെ, ഈ രാത്രി നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ അഭിഷേകത്തിന്റെ അടുക്കൽ പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കത്തേ ഉള്ളൂ, ഉപദേശം പറയത്തേ ഉള്ളൂ, പക്ഷെ നാളെ ഞാൻ അഴിച്ചുവിട്ട് ശുശ്രൂഷിക്കാം. ഇന്ന് രാത്രി സമയം കഴിഞ്ഞുവെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തുനിന്ന് പ്രസംഗിച്ചിറങ്ങിപ്പോയാൽ നീതികേടാണ്. ഞാൻ പ്രസംഗിച്ചത് ചരിത്രമല്ല, ഇന്നും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിൽക്കുന്നവനാണ് എന്റെ ദൈവം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ച വചനത്തിന് ദൈവ സാക്ഷി നിൽക്കും. ഇന്ന് ഞാൻ പ്രസംഗിച്ച വചനത്തിന് ദൈവ സാക്ഷി നിൽക്കും. ഞാൻ പ്രസംഗിച്ചത് ബുദ്ധിയിൽ നിന്നാണെങ്കിൽ ദൈവ സാക്ഷി നിൽക്കത്തില്ല. ഞാൻ പ്രസംഗിച്ചത് അറിവിൽ നിന്നാണെങ്കിൽ ദൈവ സാക്ഷി നിൽക്കത്തില്ല. ഞാൻ പ്രസംഗിച്ചത് ഏതെങ്കിലും കഥയാണെങ്കിൽ ദൈവ സാക്ഷി നിൽക്കത്തില്ല. പക്ഷേ ഞാൻ പ്രസംഗിച്ചത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ഞാൻ പ്രസംഗിച്ചത് എന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിലാണെങ്കിൽ ദൈവം ഇതിനകത്ത് സാക്ഷി നിൽക്കും. Right now, ഈ സമയം തന്നെ അത് സാക്ഷ്യമായി ഇന്ന് രാത്രി അത് സംഭവിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ട്, വിശ്വസിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ട്. കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. ഇന്ന് രാത്രി പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാം. ആർക്കെങ്കിലും വീട്ടിൽ പോകുവാൻ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിക്കൊള്ളാം. ഞങ്ങൾ തടഞ്ഞു നിർത്തുകയില്ല. ആർക്കെങ്കിലും ഈ സമയം വീട്ടിൽ പോകണമെങ്കിൽ പോയിക്കൊള്ളാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരെ തൊടാൻ പോവുകയാണ്. It's a night of healing. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ സൗഖ്യമാക്കുകയാണ്. ഇതിനകത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ അന്യഭാഷകൾ സംസാരിച്ചു കൊണ്ട് നിന്നാട്ട് ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ഇതിനകത്ത് അമർച്ച ചെയ്യപ്പെടുകയാണ്. പാതാള ഗോപുരങ്ങൾ കീഴടങ്ങുകയാണ്. ദുരാത്മ അധികാരങ്ങൾ ഒതുങ്ങുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ അന്തരീക്ഷത്തിന്റെ ദൈവാധിപത്യത്തെ റിലീസ് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഭൂതശക്തികൾ, ഭ്രാന്തിന്റെ ആത്മാക്കൾ, അപസ്മാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ഇന്ന് രാത്രി ശരീരങ്ങൾക്കകത്ത് അവകാശം പറഞ്ഞു നിൽക്കുന്ന ഒരു അപസ്മാരത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഇതാ ഒരു അപസ്മാരത്തിന്റെ ദുരാത്മാവ് ഈ ഗ്രൗണ്ടിനകത്ത് ശാസിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, കുഞ്ഞാടിന്റെ രക്തം ചൊല്ലി പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ അപസ്മാരത്തെ ഞാൻ ശാസിക്കുന്നു. ഇന്ന് രാത്രി അപസ്മാരങ്ങൾ വിട്ടുപോകട്ടെ, അപസ്മാരങ്ങൾ വിട്ടുപോകട്ടെ, അപസ്മാരങ്ങൾ വിട്ടുപോകട്ടെ. റാസ്ബേലിയ ഇതാ പരിശുദ്ധാത്മ, ഇതാ എനിക്ക് എന്റെ ആത്മാവിൽ കാണുവാൻ കഴിയുന്നു. ഒരു അപസ്മാരത്തിന്റെ ദുരാത്മാവിനെ പരിശുദ്ധാത്മാവ് പിടിച്ചു കെട്ടുന്നു. ഹോളി സ്പിരിറ്റ് ഇതാ സൗഖ്യം വ്യാപരിക്കുകയാണ്. റിലീസിംഗ് ദ ഗ്ലോറി, റിലീസിംഗ് ദ ഹീലിംഗ്. ഇന്ന് രാത്രി ചലിക്കാത്ത അവയവങ്ങൾ ചലിക്കട്ടെ, ചലിക്കാത്ത അവയവങ്ങൾ ചലിക്കട്ടെ. പ്രവാചന അർത്തേലിയ പ്രവോചന അർത്തേലിയ സാർത്തേലിയ റാൽബേരിയ പ്രവോസിയ റൽകത്തേലിയ റാത്തേലിയ റിജനവറത്തേലി റസലകത്താൽബേരി റാത്തോലിയ ചാർത്തേലി റാസ്ബേരിയ